ഗുഡ് മോർണിംഗ് ബിലവഡ്. നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ മുഖ്യ ടൈറ്റിൽ എന്ന് പറയുന്നത്, നാം ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പാപമായി തീർന്നു. ഇന്ന് നമ്മൾ കേൾക്കും ആ സിദ്ധാന്തങ്ങളെക്കുറിച്ചുള്ള സത്യമാണിത്. ഒരു പ്രാവശ്യമല്ല നമ്മളിത് കേൾക്കാൻ പോകുന്നത്. നമ്മളിത് വീണ്ടും വീണ്ടും നമ്മൾ കേൾക്കും. നമ്മളിത് കേൾക്കും എന്തിനെന്നാൽ ഇതൊരു അവകാശം ഈ സത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരുപാട് ആളുകൾ അവരെ തന്നെ അവർ പുത്രൻ എന്ന് അവർക്ക് പറയാൻ സാധിക്കും, പിതാവ് പറയും. പക്ഷെ ഇപ്പോഴും അവരുടെ ഹൃദയത്തിൽ പിതാവിൻ്റെതായിട്ടുള്ള ചിത്രം അതൊരു ദൈവത്തിൻ്റെ രൂപത്തിലാണ്. ഇത് അറിയേണ്ടത് വളരെ ആവശ്യമാണ്. ഒരു പുത്രന് മാത്രമേ അവകാശിയാവാൻ സാധിക്കൂ. ഒരു രാജാവിൻ്റെ മകന് മാത്രമേ ആ രാജ്യത്തിൻ്റെ അവകാശങ്ങൾ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ആ രാജാവിൻ്റെ മകൻ ആ പിതാവിനെ ഒരു രാജാവിനെ പോലെ അല്ലെങ്കിൽ ഒരു ദൈവത്തെ പോലെ ഒരു ബോസിനെ പോലെ അല്ല കാണുന്നത്. അവൻ അവകാശിയാകുന്നത് എന്തുകൊണ്ടെന്നാൽ അത് അവൻ്റെ രക്തത്തിൽ നിന്ന് ജനിച്ചതായതുകൊണ്ടാണ്. നമ്മളും ദൈവത്തെ പിതാവെന്ന് അറിയാത്തിടത്തോളം, നമ്മൾ വ്യത്യസ്തരായി കാണുന്നിടത്തോളം നമുക്ക് അവകാശികളാവാൻ സാധിക്കുകയില്ല. ഇന്നത്തെ മുഖ്യ ടൈറ്റിലായിട്ട് എന്തിനെന്ന് നമ്മളിത് എടുത്തു തന്നാൽ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കും. നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പാപം ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാം നല്ലതായിരിക്കുമെന്ന് നമ്മൾ വിചാരിക്കും. നമ്മൾ പാപം ചെയ്താൽ എനിക്ക് ദൈവത്തിൽ നിന്നും നന്മകൾ പ്രാപിക്കാൻ സാധിക്കില്ല എന്ന് ചിന്തിക്കും. ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, ഇന്ന് ഈ സത്യങ്ങളെക്കുറിച്ച് അധികം ആഴത്തിൽ നമ്മൾ പോകും. എന്തുകൊണ്ടെന്നാൽ വചനം ഒരു വിത്തിനെ പോലെയാണ്. ആ വിത്തിനൊരു സ്വഭാവമുണ്ട്. അതിനറിയാം എന്താണ് ചെയ്യേണ്ടത് എന്ന്. സഭ ജീവിക്കുന്നു, അത് ഉണരുകയാണ്. അതിൻ്റെ ആത്മീയ തിരിച്ചറിവിൽ അവർ ആരാണെന്നുള്ളതിൽ വരൂ നമുക്ക് വചനത്തിൽ നിന്നും വായിക്കാം. നമുക്ക് PDF ഏതൊക്കെ വചനങ്ങൾ നമ്മളിന്ന് വായിക്കുന്നുവോ അതെല്ലാം നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. എത്രയധികം വചനങ്ങൾ നമ്മൾ വായിക്കുന്നുവോ, ഇത് ഇന്ന് പാർട്ട് 1 ആണ്. അടുത്ത ഞായറാഴ്ച നമ്മളിതിൻ്റെ പാർട്ട് 2 ചെയ്യുന്നതാണ്. നമുക്ക് വായിക്കാം റോമർ 5-ാം അധ്യായത്തിൽ നിന്നും. ഇവിടെ നമുക്ക് നോക്കാൻ സാധിക്കും എങ്ങനെയാണ് ആത്മാവും ശരീരവും അത് എപ്പോഴും ഒരു യുദ്ധത്തിലാണ്. ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്, ശരീരത്തിലുള്ളവർക്ക് അവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾക്കറിയാമോ, ഞാനും നിങ്ങളും ശരീരത്തിൽ ജീവിക്കുന്നു, പക്ഷേ സ്വർഗീയ പിതാവ് ഏത് നിമിഷം ഞാനും നിങ്ങളും വീണ്ടും ജന്മം പ്രാപിച്ചോ അവനിൽ നിന്നും ആ നിമിഷം മുതൽ സ്വർഗീയ പിതാവ് നമ്മളുമായി ബന്ധം വയ്ക്കുന്നു. അത് നമ്മുടെ ശരീരത്തിലൂടെയല്ല, പക്ഷേ ആ ബന്ധം അവൻ വെക്കുന്നത് നമ്മളുമായിട്ട് അവൻ്റെ ആത്മാവിലൂടെയാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ കാര്യം പഠിക്കുകയാണ്. ദൈവം ഒരു ആത്മാവാണ്, ഞാനും നിങ്ങളും ഇപ്പോൾ ഒരു ആത്മാവാണ്. ഇന്ന് നമ്മൾ നമ്മളെ തന്നെ ശരീരത്തിനനുസരിച്ചാണ് തിരിച്ചറിയുന്നത് എങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ചതിക്കുകയാണ്. ഇത് സത്യമാണ്. നമ്മൾ ഇപ്പോൾ ഈ ഭൂമിയിൽ ശരീരത്തിൽ ജീവിക്കുന്നു, പക്ഷെ ആ ബന്ധം സ്വർഗീയ പിതാവുമായിട്ടുള്ളത് അത് ശരീരത്തിനനുസരിച്ചല്ല, അത് ആത്മാവിലൂടെയാണ്. അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും തിരിച്ചറിവ് അതും ആത്മാവിലൂടെയാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. വരൂ നമ്മൾക്ക് വചനത്തിൽ നിന്നും വായിക്കാം. റോമർ 5-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും ഒരേ ഒരു മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. മരണം എങ്ങനെയാണ് ലോകത്തിലേക്ക് വന്നത് അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഇന്ന് നമ്മളുടെ അടുത്ത ഡ്രോയിങ് ബോർഡില്ല, നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല. പക്ഷെ അടുത്ത പ്രാവശ്യം തീർച്ചയായും അത് നമ്മളുടെ അടുത്തുണ്ടാവും. എന്തുകൊണ്ടാണ് ഞാൻ ഉദാഹരണത്താൽ നിങ്ങളെ മനസ്സിലാക്കിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, 2 മേഖലയുണ്ട് എന്ന് നമുക്കറിയാം. മരണം ഈ ലോകത്തിൽ എങ്ങനെയാണ് വന്നത്? ഒരു മനുഷ്യൻ ആദം പാപം ചെയ്തു, ആ പാപത്തിലൂടെ മരണം ഈ ഭൂമിയിൽ വന്നു. അതേപോലെ ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ എങ്ങനെയാണ് എല്ലാവരിലും അത് പരന്നത്? മരണം സകല മനുഷ്യരിലും പരന്നു. ആദമിലൂടെയാണത് പരന്നത്. ആദം പാപം ചെയ്തപ്പോൾ എത്രയധികം അംശങ്ങൾ ആദമിൽ നിന്ന് ജനിച്ചോ അവരെല്ലാം പാപികളായി എണ്ണപ്പെട്ടു. അതുകൊണ്ട് നമ്മുടെ ജന്മം പാപത്തിൽ ജനിച്ചു. അതുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിൽ പാപമുണ്ടാകുവാനിടയായി. ഈ തിരിച്ചറിവിലൂടെ എല്ലാ പ്രവൃത്തികളും ഉണ്ടാകുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. ഒരു സിംഹം അത് അലറുന്നു, ഒരു നായ അതിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് കുരയ്ക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവരുടെ 2 പേരുടെയും സ്വഭാവത്തിൽ ഗർജിക്കുകയും കുരയ്ക്കുകയും ചെയ്യുന്നതുണ്ട്. അവരുടെ തിരിച്ചറിവിൽ നിന്നാണ് അത് വരുന്നത്, അതിൽ നിന്നാണ് അവർ ആ പ്രവൃത്തി ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ അല്ല നിങ്ങൾക്ക് പാപിയുടെ തിരിച്ചറിവ് ലഭിച്ചത്. ആദം പാപം ചെയ്തതിനാൽ എല്ലാ സന്തതികളും ആദമിൽ നിന്ന് ജനിച്ചവരെല്ലാം പാപികളായി എണ്ണപ്പെട്ടു. അവർ പാപത്തിൽ ജനിക്കുവാനിടയായി. അവരെന്തുകൊണ്ടാണ് പാപത്തിൽ ജനിച്ചത്? അതുകൊണ്ട് അവർ പാപത്തിൽ ജനിച്ചത് കൊണ്ടാണ് അവർ പാപം ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് മുന്നോട്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് വായിക്കാം, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്താൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു.
പാപമോ, എല്ലാവരും പാപം ചെയ്തു. ഇവിടെ ബൈബിൾ വ്യക്തിപരമായി നമ്മുടെ പാപം എണ്ണുന്നില്ല, പക്ഷെ അത് പറയുകയാണ് എല്ലാവരും പാപം ചെയ്തു, എല്ലാവരും പാപികളാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു മനുഷ്യൻ ആദം പാപം ചെയ്തു. ഇത് സത്യമാണ്. ആ സിദ്ധാന്തങ്ങൾക്ക് വേണ്ടി ഒരു നല്ല അടിസ്ഥാനം ഇത് ഇടുകയാണ്. എന്തുകൊണ്ടെന്നാൽ സാത്താൻ എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് കളിക്കാൻ ഇടയാക്കരുത്. എത്രയധികം നിങ്ങൾ നീതിബോധത്തിൽ നിങ്ങൾ ഉണരുന്നുവോ, നിങ്ങളുടെ ബന്ധം സ്വർഗീയ പിതാവുമായിട്ടുള്ളത് അത് ആത്മാവിലൂടെയാണ്, അതിന് ശരീരത്തിനനുസരിച്ചല്ല. അപ്പോൾ എല്ലാ രോഗങ്ങളുടെ മുകളിലും നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ വിജയാളികളാകാൻ സാധിക്കും. പിന്നെ മരണത്തിന് മുകളിലും നിങ്ങൾക്ക് വിജയാളികളാകാൻ സാധിക്കും. അതുകൊണ്ട് ഈ സത്യങ്ങൾ വളരെ ആവശ്യമാണ്. 13-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു, എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. നമുക്ക് ഓരോരോ വചനങ്ങളായി നമുക്ക് പഠിക്കാം. ഇവിടെ വചനം എന്താണ് പറയുന്നത്? പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു. ആദം പാപം ചെയ്തപ്പോൾ പാപം ഈ ലോകത്തിൽ വന്നു, എന്നാൽ മനുഷ്യൻ അതിനെക്കുറിച്ച് ചിന്തയില്ലായിരുന്നു. ന്യായപ്രമാണം കൊടുക്കുന്നത് വരെ അവർ മോഷ്ടിച്ചാലും അവർക്ക് കുറ്റബോധമില്ലായിരുന്നു. ന്യായപ്രമാണം വന്നപ്പോൾ മോഷ്ടിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അവർ മനസ്സിലായി, ഞാൻ എന്തോ തെറ്റ് ചെയ്തു, ഞാൻ പാപം ചെയ്തു. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുകയാണ്, ന്യായപ്രമാണം ഇല്ലാത്തടത്ത് പാപത്തെ കണക്കിടുന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പ് ഒരു ഉദാഹരണം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ സമയത്തൊരു നിയമം ഉണ്ടായിരുന്നു, 7 മണിക്ക് ശേഷം ആരും അവരുടെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുത്. പക്ഷെ അതിനുശേഷം നിങ്ങൾ 7 മണിക്ക് ശേഷം ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കുറ്റബോധം വരും. പക്ഷെ അങ്ങനെ ഒരു നിയമമില്ല എങ്കിൽ നിങ്ങൾക്ക് 7 മണിക്ക് ശേഷവും പുറത്തിറങ്ങും, പിന്നെ നിങ്ങൾക്ക് കുറ്റബോധം തോന്നുകയില്ല. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദം മുതൽ മോശ വരെയാണിരുന്നു. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ആദം മുതൽ മോശ വരെ പാപം ചെയ്തിട്ടില്ല എങ്കിലും മരണം അവരുടെ മുകളിലെല്ലാം വാണിരുന്നു. എന്തുകൊണ്ടെന്നാൽ ആദം പാപം ചെയ്തതുകൊണ്ട്. മുന്നോട്ട് നമുക്ക് വായിക്കാം. എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയുള്ള ദാനവും അനേകർക്കും വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. 16-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഏകൻ പാപം ചെയ്തതിന്റെ ഫലവും ദാനത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. നിങ്ങൾക്കറിയാമോ, ആദമിന് ദൈവത്തിൽ നിന്ന് കൽപ്പന കൊടുത്തപ്പോൾ നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കരുത് എന്ന്. എന്തുകൊണ്ടെന്നാൽ അതിന്റെ ശിക്ഷ മരണമായിരിക്കും. ആ പ്രവൃത്തിയിലൂടെ ആദം ചെയ്തത്, അതിന്റെ ശിക്ഷ എന്തായിരുന്നു സംഭവിച്ചത്? അത് എല്ലാവരുടെ മുകളിലും വരുവാനിടയായി. വചനത്തിൽ നമുക്ക് നോക്കാം. ഏകൻ പാപം ചെയ്തതിന്റെ ഫലവും ദാനത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. ആ പ്രവൃത്തി ആദ്യം ചെയ്തതിലൂടെ മരണം നമ്മുടെ എല്ലാവരുടെയും മുകളിൽ വാഴുവാൻ തുടങ്ങി. നമ്മൾ ആ കുറ്റബോധത്തിൽ വീണു, ആ മേഖലയിൽ വീണു, മരണം അത് പ്രവർത്തിക്കുന്നതിൽ. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. ശരിയാകുവാൻ വേണ്ടി. ഇതിന്റെ അർത്ഥം ഇതാണ്, ഞാനും നിങ്ങളും നീതിമാന്മാരാകാൻ, ആ കാര്യം പ്രാപിക്കുവാൻ വേണ്ടി, അത് ആരോഗ്യമാണെങ്കിലും അത് സൗഖ്യമാണെങ്കിലും ജീവൻ പ്രാപിക്കുവാൻ വേണ്ടി, നീതിയാവാൻ, പിതാവിന്റെ മുമ്പിൽ നീതിയാവാൻ വേണ്ടി, ആ പ്രവൃത്തിയിലൂടെ, യേശുക്രിസ്തു ക്രൂശിയിൽ ചെയ്ത പ്രവൃത്തിയിലൂടെ. 17-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ. ഇവിടെ നോക്കൂ, ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? നീതിദാനത്തിന് സമൃദ്ധി ലഭിക്കുന്നത്. അതിന്റെ അർത്ഥം ഇതൊരു ദാനമാണ്, ഒരു സമ്മാനമാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. ഇത് ആരുടെ നീതിയാണ്? ഇത് നമ്മുടെ നീതിയല്ല, ഇത് നമുക്ക് സമ്മാനമായി ലഭിക്കുകയാണ്. നമുക്കിത് സ്വീകരിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്, അവന്റെ നീതി. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഞാൻ നിങ്ങൾക്കൊരു ഡ്രസ്സ് സമ്മാനമായി തരുന്നു, നിങ്ങൾ അത് പോയി നിങ്ങളുടെ ഭിത്തിയിൽ അത് ഒട്ടിച്ചു വെക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമോ നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന്? ഇല്ല. എന്തുകൊണ്ടെന്നാൽ അതൊരു സമ്മാനമാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. ആ സമ്മാനത്തിന്റെ അല്ലെ ഒരു ദാനത്തിന്റെ അർത്ഥം ഇതാണ്, അത് ലഭിക്കുവാൻ വേണ്ടി നമ്മളൊന്നും ചെയ്തില്ല, പക്ഷേ അത് പ്രാപിക്കുവാൻ വേണ്ടി നമുക്കതിന്റെ ഹൃദയം, ആ സ്വീകരിക്കേണ്ട ഹൃദയം ഉണ്ടാവണം. നമ്മുടെ ബർത്ത്ഡേ ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമുക്ക് അങ്ങനെയുള്ള സമ്മാനങ്ങൾ നമുക്ക് ഇഷ്ടമില്ലാത്തത് കിട്ടാറുണ്ട്. എന്നാലും അതൊരു സമ്മാനമാണ് നമുക്ക് ലഭിച്ചത്. അത് പ്രാപിക്കുവാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ല, പക്ഷേ അത് നൽകുന്നവരുടെ ഹൃദയത്തിനനുസരിച്ചാണ് അവർ തന്നത്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, കൃപയുടെ അർത്ഥം ഇതാണ്, നമ്മൾക്ക് അർഹതയില്ലാത്തത് നമുക്ക് ലഭിക്കുന്നത്. മുഴുവൻ ഇത് നമ്മൾക്ക് തെറ്റ് ചെയ്തതിന്റെ ലഭിക്കേണ്ടിയിരുന്നത് നമുക്ക് ലഭിച്ചില്ല, പക്ഷെ നല്ലത് നമുക്ക് ലഭിച്ചു. അതാണ് കൃപ. നീതിദാനത്തിന്റെയും സമൃദ്ധി.
നിങ്ങൾക്കറിയാമോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് യേശു ക്രിസ്തുവിലൂടെ വിജയാളികളാകുന്നതെന്ന്? ആരൊക്കെ കൃപയുടെയും നീതിദാനത്തിനെയും സമൃദ്ധി പ്രാപിച്ചിട്ടുണ്ടോ അവർ ഏക നിമിത്തം അധികമായി ജീവനിൽ വാഴും, അവർ മരണത്തിന്റെ മുകളിലും വാഴും. നിങ്ങൾക്ക് മനസ്സിലാകുന്നു? മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം. 16-ാം വാക്യം മുതൽ വീണ്ടും വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഏകൻ പാപം ചെയ്തതിന്റെ ഫലവും ദാനത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തമാണെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം. ആരുടെ പാപത്തിലൂടെയാണ്? എന്റെയും നിങ്ങളുടെ പാപം മൂലമാണോ? അല്ല. ആദം പാപം ചെയ്തതിലൂടെ, ഒരു മനുഷ്യൻ പാപം ചെയ്തതിലൂടെ മുഴുവൻ മനുഷ്യജാതിയും അവനിൽ നിന്ന് ജനിച്ചവരെല്ലാം പാപികളായി എണ്ണപ്പെട്ടു. അതുകൊണ്ട് ആ പാപം ശരീരത്തിൽ വരികയാണ്. അത് ആ പാപത്തിന്റെ സ്വഭാവം ശരീരത്തിലുള്ളത് കൊണ്ട് അത് രക്തത്തിലൂടെ വന്നു. മുന്നോട്ട് നമുക്ക് വായിക്കാം. 18-ാം വാക്യത്തിൽ എഴുതിയിരിക്കാം, അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. നിങ്ങൾക്കറിയാമോ, പഴയ നിയമത്തിൽ നമ്മളിത് വായിക്കാറുണ്ട്. സ്വർഗീയ പിതാവ് മനുഷ്യൻ പാപത്തിൽ വീണപ്പോൾ ഒരു നിയമം അവർക്ക് ലഭിച്ചു. അതിന് അധിഷ്ഠിതമായിരുന്നു, നിങ്ങൾ നല്ലത് ചെയ്താൽ നിങ്ങൾക്ക് നല്ലത് ലഭിക്കും, തെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് തെറ്റ് ലഭിക്കും. പക്ഷേ അവരുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പുറപ്പാടിനെ കുറിച്ച് നമ്മൾ വായിച്ചു. അവർ മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്നും വാഗ്ദത്ത ഭൂമിയിലേക്ക് അവർ വരികയായിരുന്നു. എന്താണ് അവരെ രക്ഷിച്ചത്? ആ മരണം അവിടെ വന്നപ്പോൾ എന്താണ് അവരെ രക്ഷിച്ചത്? ആ രക്തമാണ് അവരെ രക്ഷിച്ചത്, അവരുടെ കട്ടൽ പടിമലിലുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് പഴയ നിയമത്തിൽ പശുക്കളെ ബലിയർപ്പിച്ചുകൊണ്ടിരുന്നത്? എന്തുകൊണ്ടാണ്? ആ സമയത്തും ദൈവം അവന്റെ ആളുകളുമായി ബന്ധം വെച്ചിരുന്നു രക്തത്തിലൂടെ. പക്ഷെ അത് കുഞ്ഞാടിന്റെയും കോലാടുകളുടെയും രക്തമായിരുന്നു. അതുകൊണ്ടാണ് അവർ പെസഹ ആഘോഷിച്ചിരുന്നത്. എല്ലാ മുഴുവൻ ഒരു വർഷത്തെ യഹൂദികളുടെ പാപം മുഴുവൻ എടുത്തുകൊണ്ട് പോകാൻ ആ രക്തത്തിന്റെ ബലി അർപ്പിച്ചു അവർ. അതുകൊണ്ടാണ് ദൈവം അവരുടെ ശരീരത്തെയല്ല നോക്കിയത്, അത് ആ രക്തത്തിൽ അധിഷ്ഠിതമായ ബന്ധമായിരുന്നു. അതുകൊണ്ട് അത് എല്ലാ വർഷവും ആ കുഞ്ഞാടിന്റെ രക്തം അർപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നു? സഭ ജീവിക്കുന്നു, അവർ ഉണരുകയാണ്. അതുകൊണ്ട് അവകാശങ്ങൾ രക്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ആദം പാപം ചെയ്തപ്പോൾ പാപം ഈ ഭൂമിയിലേക്ക് വന്നു. എന്നിട്ടും ആ ബന്ധം സ്വർഗീയ പിതാവ് അവരുടെ ആളുകളുമായി വെച്ചത് ആ രക്തത്തിൽ അധിഷ്ഠിതമായിട്ടായിരുന്നു. പക്ഷെ അത് കുഞ്ഞാടിന്റെ രക്തം മാത്രമായിരുന്നു. പക്ഷേ പിന്നെ യേശു ക്രിസ്തുവിന്റെ വിഷയത്തിൽ എഴുതിയിരിക്കുകയാണ്, അവനെ രണ്ടാമത്തെ ആദമായി പറഞ്ഞിരിക്കുന്നു. യേശു ക്രൂശിൽ പോയപ്പോൾ ഞാനും നിങ്ങളും അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു. അവൻ അടക്കപ്പെട്ടപ്പോൾ ഞാനും നിങ്ങളും അടക്കപ്പെട്ടു. അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ ഞാനും നിങ്ങളും അവനോടുകൂടി ഉയർത്തെഴുന്നേറ്റു. എഴുതിയിരിക്കുകയാണ്, ആരൊക്കെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടുവെന്ന്. സ്വർഗീയ പിതാവ് നിങ്ങളുടെ ശരീരത്തെ അല്ല നോക്കുന്നത്, അവൻ ഇപ്പോഴും നമ്മളുമായി ബന്ധം സ്ഥാപിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ രക്തത്തിലൂടെയാണ്. ഈ സത്യം നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങാൻ അനുവദിക്കുക. വരും നമുക്ക് മുന്നോട്ട് വായിക്കാം. 19-ാം വാക്യം മുതൽ ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്ന് വന്നു. എങ്കിലും പാപം പെരുകിയടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഇതിന്റെ എല്ലാം മുകളിലും ലോകത്തുള്ളതിൻ്റെ മേളിൽ ജയാളികളാകുന്നത്? എത്രയധികം നമ്മൾ നീതിബോധത്തിൽ നമ്മൾ ഉണരുന്നുവോ? നമ്മൾ ചിന്തിക്കുകയാണ് നമ്മൾ ദൈവവുമായി ശരീരത്തിലൂടെ ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ നമ്മളെ ചതിക്കുകയാണ്. സാത്താനാണ് എപ്പോഴും നിങ്ങളുടെ ശരീരത്തിന്റെ പ്രവൃത്തികളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അങ്ങനെയുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ദൈവവുമായി ശരീരത്തിൽ ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവർ. അവർ എത്രയധികം ശ്രമിച്ചാലും ശരീരത്തിൽ ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് ബൈബിളിൽ സ്പഷ്ടമായി എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് യേശു ശരീരത്തിൽ വന്നു, ശരീരത്തിൽ അവൻ യാഗമായി തീർന്നു. എന്തുകൊണ്ടെന്നാൽ ശരീരത്തിൽ നമുക്ക് ഒരിക്കലും വിശുദ്ധീകരണം പ്രാപിക്കാൻ സാധിക്കുകയില്ലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ പാപം രക്തത്തിലാണുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നു? സഭ ഉണരുകയാണ്. ഇന്ന് എന്റെയും നിങ്ങളുടെയും സ്വർഗീയ പിതാവുമായിട്ടുള്ള ബന്ധം അത് യേശു ക്രിസ്തുവിന്റെ രക്തത്തിലൂടെയുള്ളതാണ്. അവൻ നമ്മളുമായി ബന്ധം വെക്കുന്നത് നമ്മളെ കാണുമ്പോൾ ശരീരത്തിലല്ല, പക്ഷെ ആത്മാവിലാണ് അവൻ നമ്മളെ കാണുന്നത്. അതുകൊണ്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ശരീരത്തിനനുസരിച്ച് സഞ്ചരിക്കുന്നവർക്ക് ദൈവവുമായി ബന്ധം സ്ഥാപിക്കുവാൻ അവർക്ക് സാധിക്കുകയില്ല എന്ന്. അതുകൊണ്ട് ഏറ്റവും പരിപൂർണനായിട്ടുള്ള ഒരു പുത്രൻ ഇതായിരിക്കും, ഇങ്ങനെയുള്ള അറിവിൽ ഉണരുന്നവർ എൻ്റെ ബന്ധം പിതാവുമായിട്ട് ആത്മാവിലാണ് എന്നുള്ളത്.
അത് യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ അധിഷ്ഠിതമാണ്. ഒരു രാജാവിന്റെ മകൻ എല്ലാ അവകാശങ്ങളും പ്രാപിക്കും. എന്തുകൊണ്ടെന്നാൽ അവന്റെ രക്തത്തിൽ നിന്ന് ജനിച്ചതായതുകൊണ്ട്. ആ രാജാവിന് 2 മക്കളുണ്ടെങ്കിലും ഒരാൾ നല്ലതും ഒരാൾ ചീത്തയായിട്ടുള്ളതാണെങ്കിലും, ഒരാൾ കൂടുതൽ നല്ലതും കൂടുതൽ ചീത്തയാണെങ്കിലും ഒരു വ്യത്യാസവുമില്ല. അവർ 2 പേരും എങ്ങനെയാണെങ്കിലും ആ രാജാവിന്റെ അവകാശം പ്രാപിക്കും ഇടയാകും. അവരുടെ രക്തം അവരുടെ ശരീരത്തിൽ ആ പിതാവിന്റെ രക്തം ഉള്ളയിടത്തോളം ആ പുത്രന്റെ തിരിച്ചറിവ് അവരിൽ നിന്ന് ആർക്കും മാറ്റാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ ആ 2 മക്കളും അവന്റെ ഒരേ പിതാവിൽ നിന്നും ജനിച്ചവരാണ്. ആ പിതാവിൽ നിന്നാണ് അവർ ജനിച്ചത്. അതുകൊണ്ട് അവരുടെ രക്തത്തിലൂടെയുള്ള സന്തതികളാണ്. മുന്നോട്ട് നമുക്ക് വായിക്കാം. റോമർ 6-ാം അധ്യായം 1-ാം വാക്യം മുതൽ ഇവിടെ എഴുതിയിരിക്കുകയാണ്. ആകയാൽ നാം എന്ത് പറയുന്നുണ്ട്? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. എന്താണ് സംഭവിച്ചത്? ആദം പാപം ചെയ്തപ്പോൾ ആദം പാപത്തിന്റെ ദാസനായി തീർന്നു. ഇപ്പോൾ ആ പാപത്തിന്റെ ദാസനായി അവൻ തീർന്നു. എല്ലാ പാപവും അന്ധകാരവും ഈ ഭൂമിയിൽ വാഴുവാൻ തുടങ്ങി. ആ ന്യായപ്രമാണം വന്നപ്പോൾ ന്യായപ്രമാണം ആ പാപത്തെ കൂടുതൽ ഉയർത്തി കാണിച്ചു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. പൗലോസും ഈ അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്. ആളുകൾ ചോദ്യം ചോദിക്കുകയാണ്, പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ കൃപ പെരുകേണ്ടതിന്? പൗലോസ് പറയുകയാണ്, ഒരു നാളും അരുത്. നിങ്ങൾ അറിയുന്നില്ലേ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടപ്പോൾ നിങ്ങളും അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടുവെന്ന്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പുത്രത്വത്തിന്റെ യാഥാർത്ഥ്യം അത് നമ്മുടെ തിരിച്ചറിവിനെ കുറിച്ചാണ്. യേശുക്രിസ്തു അടക്കപ്പെട്ടപ്പോൾ ഞാനും നിങ്ങളും അവനോടുകൂടെ അടക്കപ്പെട്ടു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ ഞാനും നിങ്ങളും അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. ശരീരത്തിലാണോ നമ്മൾ അടക്കപ്പെട്ടത്? ശരീരത്തിലാണോ നമ്മൾ ക്രൂശിക്കപ്പെട്ടത്? ഇത് വിശ്വാസത്തിലൂടെ നമ്മൾ പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇതാണ് സത്യം. ഇത് നമ്മുടെ ആത്മീയ തിരിച്ചറിവാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആത്മാവിൽ വീണ്ടും ജന്മം നടന്നുവെങ്കിൽ നിങ്ങളെ തന്നെ ശരീരത്തിൽ എങ്ങനെ നിങ്ങൾക്ക് സിദ്ധരാക്കുവാൻ സാധിക്കും? നിങ്ങൾ ആത്മീയ തിരിച്ചറിവ് നിലനിൽക്കുന്നതിലൂടെയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നു. നമുക്ക് മുന്നോട്ട് വായിക്കാം. 5-ാം വാക്യം മുതൽ ഇവിടെ എഴുതിയിരിക്കുന്നതാണ്. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. നിങ്ങളെ തന്നെ നിങ്ങളുടെ ശരീരത്തിന് നിങ്ങളുടെ കയ്യെ നോക്കി നിങ്ങൾ പറയുക, ഇത് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എന്തിനെന്നാൽ പാപത്തിന്റെ നീത്തിന് നീക്കം വരേണ്ടതിന്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, നമ്മൾ മുന്നോട്ട് പാപത്തിന്റെ ദാസന്മാരാകാതിരിക്കേണ്ടതിന്. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ഇനി മരിക്കയില്ല. മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. ഇവിടെ നോക്കുക, എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇങ്ങനെ തന്നെ നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ഇവിടെ നോക്കുക. ഇവിടെ വചനം എന്താണ് പറയുന്നത്? നിങ്ങൾക്കറിയാമോ? ബൈബിളിൽ എഴുതിയിരിക്കുന്ന വചനങ്ങൾ അതെല്ലാം ഒരു ദാനമാണ്, ഒരു സമ്മാനം പോലെയാണ്. അത് സത്യത്തെക്കുറിച്ചാണ്, നമ്മൾ പ്രാപിക്കേണ്ടതിനെ കുറിച്ചാണ്. നമ്മൾ ശരീരത്തിൽ വിശുദ്ധരല്ല, നമ്മൾ വിശുദ്ധരാണ്. പക്ഷെ അവൻ നമ്മളെ വിശുദ്ധരാക്കി. നമ്മുടെ ബന്ധം ആത്മാവിലാണ്. ആ അവകാശങ്ങൾ രക്തത്തിലൂടെയാണ് നമ്മൾ പ്രാപിക്കുന്നത്. ആ രക്തം യേശുക്രിസ്തുവിന്റെ രക്തമാണ്. ഒരു പൂർണ്ണനായ പുത്രൻ ഇതറിയുന്നവനാണ് അവന്റെ ബന്ധം രക്തത്താൽ ആയിരിക്കുന്നു എന്നുള്ളത്. മുന്നോട്ട് 10-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുകയും. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറിന് വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും വരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ നാം ഇനി പാപം ചെയ്യുകയെന്നോ? നിങ്ങൾക്കറിയാമോ, സ്വർഗീയ പിതാവ് നമ്മെ പാപത്തിന്റെയും മരണത്തിന്റെയും ചക്രത്തിൽ ആ മേഖലയിൽ നിന്ന് വിടുവിച്ച് ജീവന്റെ മേഖലയിൽ നമ്മളെ പ്രവേശിപ്പിച്ചു. ആ കൃപയോടാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന്റെ അർത്ഥം ഇതാണ്, നമ്മൾ വീണ്ടും
പാപത്തിൽ പോകരുത്. പക്ഷെ ഒരു വലിയവനായവൻ നമ്മുടെ ഉള്ളിലുണ്ട്, പരിശുദ്ധാത്മാവ്. പാപത്തെ ഇപ്പോൾ നമ്മുടെ ശരീരത്തിന് മുകളിൽ അധികാരം നടത്തുവാൻ അവൻ സമ്മതിക്കുകയില്ല. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റായിട്ടുള്ള ശീലമുണ്ടായിരിക്കാം, എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടാകാം, അതിനെ വിട്ടുകളയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലായിരിക്കാം. പക്ഷെ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ശക്തനായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള എല്ലാ തെറ്റായ ശീലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് നടന്നു വരുവാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ വിജയം തരും. അതുകൊണ്ട് വചനവും പറയുകയാണ്, എല്ലാ ശരീരത്തിന്റെ പ്രവൃത്തിയെ നമ്മൾ ഇടിച്ചു കളയുന്നു. ഇതെങ്ങനെയാണ് നമ്മൾക്ക് സാധിക്കുന്നത്? മുന്നോട്ട് നമുക്ക് അതിനെക്കുറിച്ച് വായിക്കാം, പഠിക്കാം. 15-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, എന്നാൽ എന്ത്? ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് എത്ര അധീനരാകിയാൽ നാം പാപം ചെയ്യുകയെന്നോ? ഒരു നാളും അരുത്. നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നുവെന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഇവിടെ വചനത്തിൽ നോക്കുക, ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? പാപത്തിന്റെ വിഷയത്തെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്, എങ്ങനെയാണ് പാപത്തിന് അടിമകളായിരുന്നുവെന്നും. പക്ഷെ നീതിയെക്കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഹൃദയപൂർവ്വം ആ ഉപദേശത്തെ അനുസരിച്ച് അതിൽ വിശ്വസിക്കുന്നവരായി. ഒരു സമയമുണ്ടായിരുന്നു നമ്മൾ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിന് അടിമകളായിരുന്നു. എന്താണ് വന്ന് നമ്മളെ അതിൽ നിന്ന് വിടുവിച്ചത്? എങ്ങനെയാണ് നമ്മൾ ആത്മാവിൽ വീണ്ടുജനനം പ്രാപിച്ചത്? അത് വിശ്വാസത്തിലൂടെയാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു, നിങ്ങൾ ഗ്രഹിക്കുന്നു. ആ ഉപദേശം, ആ സുവിശേഷം, ആ അടിസ്ഥാനം ഇതാണ് പൗലോസ് സഭയ്ക്ക് കൊടുക്കുന്നത്. യേശുക്രിസ്തു നിങ്ങളിലുണ്ട്, നിങ്ങൾ നീതിമാന്മാരായിരിക്കുന്നു. നിങ്ങൾ ചെയ്ത പ്രവൃത്തി മൂലമല്ല. നീതി അതൊരു ദാനമാണ്, അത് സമ്മാനമാണ്. അത് യേശുക്രിസ്തുവിലൂടെയാണ് നമ്മൾക്ക് ലഭിച്ചത്, നമ്മൾ പ്രാപിക്കുവാൻ വേണ്ടി. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. നിങ്ങൾക്കറിയാമോ, വിശുദ്ധി അത് നീതിയുടെ ഫലമാണ്. മുന്നോട്ട് നമുക്ക് 20-ാം വാക്യത്തിൽ നോക്കാം. എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലമുണ്ടായിരുന്നു? ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ. അതിൻ്റെ അവസാനം മരണമല്ലോ. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്റെ ദാസന്മാരായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. മുന്നോട്ട് നമുക്ക് ഇതിന്റെ ആഴത്തിലേക്ക് കൂടുതൽ പോകാം. നമുക്ക് റോമർ അതിന്റെ 7-ാം അധ്യായം മുതൽ വായിക്കാം, 1-ാം വാക്യം മുതൽ. ഇവിടെ എഴുതിയിരിക്കുകയാണ്, സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യൻ ജീവനോടിരിക്കും കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായാൽ അവൾ വ്യഭിചാരിണി എന്ന് പേർ വരും. ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാകുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുത്തനാകേണ്ടതിന്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ന്യായപ്രമാണത്തിന് വേണ്ടി എങ്ങനെയാണ് നമ്മൾ മരിച്ചത്. ന്യായപ്രമാണം നന്മതിന്മകളെ കുറിച്ചുള്ള അറിവാണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. ഈ വചനം നമുക്ക് വീണ്ടും വായിക്കാം. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായി വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീര മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. 6 മുഖാന്തരമാണ് യേശു ക്രിസ്തുവിന്റെ ശരീര മുഖാന്തരം. എന്താണ് യേശു ക്രിസ്തു ശരീരത്തിന് സംഭവിച്ചത്? അവൻ ശരീരത്തിൽ ചാട്ടവാറടി കൊണ്ടു, അവന്റെ ശരീരത്തെ ക്രൂശിൽ തറച്ചു. അവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി ആ മരണം അവൻ ആസ്വദിച്ചു. പലപ്പോഴും ആളുകൾക്ക് തോന്നാം നമ്മൾ നല്ലവരാണ് എന്ന്. അവരുടെ കണ്ണിൽ അവർ നല്ലവരാണ്. അവരുടെ ചിന്തയ്ക്കനുസരിച്ച് പാപം ഏതാണ്? മോഷ്ടിക്കരുത്. അവർ ഒരിക്കലും മോഷ്ടിച്ചിട്ടുണ്ടാവില്ല. അവർക്ക് തോന്നാം അവർ പാപികളല്ല എന്ന്. ഞാൻ ആരെയും കൊന്നിട്ടില്ല എങ്കിൽ ഞാൻ നല്ല മനുഷ്യനാണ്.
പക്ഷേ ദൈവത്തിൻ്റെ കണ്ണിൽ പാപം എന്നുള്ളതിൻ്റെ അർത്ഥം ആ വചനത്തിൽ അങ്ങ് എഴുതിയിരിക്കുകയാണ്, ആദം പാപം ചെയ്തപ്പോൾ എല്ലാവരും പാപികളായി എണ്ണപ്പെട്ടു. സ്വർഗീയ പിതാവിലൂടെ ഒരേ ഒരു കൽപ്പനയാണ് കൊടുത്തത്, ഈ ഫലം ഭക്ഷിക്കരുത്. അതിലൂടെ ഫലം ഭക്ഷിച്ചതിലൂടെ പാപം ഈ ഭൂമിയിലേക്ക് വന്നു, എല്ലാവരും പാപികളായി എണ്ണപ്പെട്ടു. വചനത്തിൽ എഴുതിയിരിക്കാൻ നമ്മളെല്ലാവരും പാപികളായിരുന്നു, ദൈവത്തിന്റെ മഹത്വത്തിൽ നിന്നും അകന്നിരുന്നു. നിങ്ങൾക്കറിയാം, ഈ ഭൂമിയിൽ ജനിക്കുന്നവരെല്ലാം പാപത്തിലാണ് ജനിക്കുന്നത്. നമ്മൾ കൃപയ്ക്ക് അധീനരാണ്, ആളുകൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും. ഈ സത്യത്തിൽ ഉണരേണ്ടത് വളരെ ആവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഈ സത്യത്തിൽ ഉണരുമ്പോൾ അതിനുശേഷം സാത്താന് നിങ്ങളുടെ മേലെ യാതൊരു അധികാരവും ഉണ്ടാകില്ല. എന്തുകൊണ്ടെന്നാൽ അവന് മനസ്സിലാക്കാൻ സാധിക്കും, ഈ പുത്രൻ അറിഞ്ഞിരിക്കുന്നു അവന്റെ ബന്ധം ശരീരത്തിലല്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നു? മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്ന് നോക്കാം. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന്റെ ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർന്നെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീര മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിൽ ഫലം കായ്ക്കുവാൻ തക്കവണ്ണം നമ്മുടെ അവയവങ്ങൾ വ്യാപരിച്ചു പോന്നു. നിങ്ങൾക്കറിയാമോ, ന്യായപ്രമാണം വന്നപ്പോൾ അതിലൂടെ പാപത്തിന്റെ തിരിച്ചറിവ് അതിനോടൊപ്പം വന്നു. നിങ്ങൾക്ക് ആരോടെങ്കിലും നിങ്ങൾ പറയുകയാണ്, ന്യായപ്രമാണം കൊടുക്കുകയാണ്, നിങ്ങൾ ഇത് ചെയ്യരുത്, പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവർ തന്നെത്താൻ അവരുടെ ശരീരത്തിൽ ഒരു പ്രമാണമുണ്ട്, ആ കൽപ്പനയ്ക്ക് എതിരായിട്ട് പ്രവർത്തിക്കുവാൻ തുടങ്ങും. പൗലോസും എഴുതുകയാണ്, ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കാത്ത പ്രവൃത്തി ഞാൻ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, നമ്മൾ ശരീരത്തിലായിരുന്നപ്പോൾ പാപരാഗങ്ങൾ ന്യായപ്രമാണത്താൽ മരണത്തെ ഉത്ഭവിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ഇപ്പോഴോ നമ്മെ പിടിച്ചെടുത്തിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധമായി മരിച്ചിരിക്കൊണ്ട് എങ്ങനെയാണ് നമ്മൾ മരിച്ചത്? നമ്മൾ യേശു ക്രിസ്തുവിലൂടെ. എന്തുകൊണ്ടെന്നാൽ അവൻ ശരീരത്തിൽ വന്നു, ഈ ന്യായപ്രമാണം അവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി പൂർത്തീകരിച്ചു. അവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഈ ശരീരത്തിൽ വിശുദ്ധനായി. എന്തുകൊണ്ടെന്നാൽ ഞാനും നിങ്ങളും ആ വിശുദ്ധി ഒരിക്കലും ശരീരത്തിൽ പ്രാപിക്കാൻ സാധിക്കുകയില്ലായിരുന്നു. അവൻ ചെയ്തു. എന്തിനെന്നാൽ നമ്മൾ വിശ്വാസത്താൽ ഇത് പ്രാപിക്കുവാൻ വേണ്ടി. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, ഇപ്പോഴും നമ്മെ പിടിച്ചെടുത്തിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. ഈ ആത്മാവിന്റെ പുതുക്കം എന്താണ്? എല്ലാ പുത്രന്മാരും അറിയുന്നു അവരുടെ ബന്ധം ആത്മാവിലാണ് എന്ന്. പഴയ രീതി അനുസരിച്ച് അടിക്കുന്നതല്ല. 7-ാം വാക്യത്തിൽ മുന്നോട്ട് നമുക്ക് വായിക്കാം. ആകയാൽ നാം എന്ത് പറയേണ്ടു? ന്യായപ്രമാണം പാപമെന്നോ? ഒരു നാളും അരുത്. എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുത് എന്ന ന്യായപ്രമാണം പറയാതിരുന്നുവെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. മോഹം എന്താണ്? ആരുടെയെങ്കിലും കയ്യിൽ നല്ല കാര്യമുണ്ടെങ്കിൽ അത് വേണമെന്നും അല്ലെങ്കിൽ അസൂയയും ഉണ്ടാകും, അതാണ് മോഹം. 8-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാകുന്നു. ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു. എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു. ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നു എന്ന് ഞാൻ കണ്ടു. പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. ന്യായപ്രമാണം, നിങ്ങൾ കുല ചെയ്യരുത്, മോഷ്ടിക്കരുത്, ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാം വിശുദ്ധമാണ്. അതുകൊണ്ടെന്നാൽ അത് പിതാവിന്റെ സ്വഭാവമാണ്. പക്ഷെ 13-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, എന്നാൽ നന്മയായുള്ളത് എനിക്ക് മരണകാരണമായി തീർന്നു എന്നോ? ഒരു നാളും അരുത്. പാപമത്രേ കാരണമായി തീർന്നത്. അത് നന്മയായുള്ളതിനെ കൊണ്ട് എനിക്ക് മരണം ഉളവാക്കിയതിനാൽ പാപം എന്ന് തെളിയേണ്ടതിനും കൽപ്പനയാൽ അത്യന്തം പാപമായി തീരേണ്ടതിനും തന്നെ. 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ന്യായപ്രമാണം ആത്മീയം എന്ന് നാം അറിയുന്നുവല്ലോ. ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഇവിടെ പൗലോസ് എന്താണ് പറയുന്നത്? എനിക്കറിയാം ന്യായപ്രമാണം നല്ലതാണ്, പക്ഷെ ഞാൻ ജഡമയനാണ്, പാപത്തിന് വേണ്ടി ദാസനായി വിൽക്കപ്പെട്ടിരിക്കുകയാണ്. ഒരാൾ പാപം ചെയ്തപ്പോൾ എല്ലാവരും പാപികളായി എണ്ണപ്പെട്ടു. 15-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല, പകയ്ക്കുന്നതിനെ അത്ര ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. അതിൻ്റെ അർത്ഥം ഇതാണ്, ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ തെറ്റ് ചെയ്യത്തില്ല. പക്ഷെ ആരെങ്കിലും വ്യക്തികളെക്കുറിച്ച് ഞാൻ തെറ്റായുള്ളത് പറയുകയില്ല. എൻ്റെ ഹൃദയത്തിൽ എനിക്കറിയാം അതാണ് ശരിയെന്ന്. പക്ഷെ പെട്ടെന്ന് വേറെ ഒരു കാര്യം, അതിന് വിപരീതമായിട്ടുള്ള പ്രവൃത്തി ഞാൻ ചെയ്യുന്നതായി കാണുന്നു. ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ഞാൻ
ആഗ്രഹിക്കാത്തതിനെ ഞാൻ ചെയ്യുന്നു. ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കാൻ ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. ഇവിടെ പൗലോസ് എന്താണ് പറയുന്നത്? ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി അത് ചെയ്യുന്നത് ഞാനല്ല. അതാരാണ് ചെയ്യുന്നത്? എന്നിൽ വസിക്കുന്ന പാപമത്രേ. അത് തന്നെത്താൻ അതിനെ ശരീരത്തിന്റെ തിരിച്ചറിവിൽ നിന്ന് അവൻ വേർപെടുത്തുകയാണ്. നിങ്ങൾക്കറിയാം, എൻ്റെയും നിങ്ങളുടെയും വീണ്ടും ജനനം നടന്നു. നമ്മൾ കെടാത്ത ബീജത്തിൽ നിന്നാണ് ജനിച്ചത്. വചനത്തിൽ വായിക്കാൻ നമുക്ക് സാധിക്കും, യേശു ക്രിസ്തുവിൽ നിന്നും ജനിച്ച് ആ വിത്തിൽ നിന്നും ജനിച്ചത് പാപം ചെയ്യുവാൻ സാധിക്കുകയില്ല. ഒരു കാര്യമുണ്ട്, ഒന്നിൽ വീഴുക, വേറൊരു കാര്യം അതിൽ അകപ്പെട്ടിരിക്കുക. എന്തുകൊണ്ടാണ്? നമ്മുടെ സ്വഭാവത്തിൻ്റെ അകത്ത് വെളിച്ചം അത് എല്ലാ രീതിയിലുള്ള ഇരുട്ടിനെയും അത് അകറ്റിക്കളയും. അതേപോലെ നമുക്ക് കാണാൻ സാധിക്കും, ആത്മാവും ശരീരവും അത് എപ്പോഴും ഒരു യുദ്ധത്തിലാണ്. ചിലപ്പോൾ ചില ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരാം, പക്ഷെ നിങ്ങൾ ആ പാപത്തിൻ്റെ മേഖലയിൽ നിങ്ങൾ ഒരിക്കലും അകപ്പെട്ടിരിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഇത് വളരെ ആവശ്യമാണ്. നിങ്ങളെ തന്നെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തുക. നമ്മൾ ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ ഈ ശരീരം പാപത്തിൻ്റെ ശരീരമാണ്. അതുകൊണ്ട് ഈ ശരീരത്തിൽ നമുക്ക് വിശുദ്ധി പ്രാപിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് യേശു ശരീരത്തിൽ യാഗമായി തീർന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധി സമ്പാദിക്കുവാൻ വേണ്ടിയല്ല, അത് പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ഇന്ന് ആരെങ്കിലും പറയുകയാണ് ഞാൻ നീതിമാനാണ് എന്ന്, അത് ശരീരത്തിൽ ഒരിക്കലും സാധിക്കുകയില്ല. പാപം ഈ ശരീരത്തിൻ്റെ രക്തത്തിലുണ്ട്. അത് യേശുക്രിസ്തുവിൻ്റെ രക്തം വളരെ ആവശ്യമാണ് നമുക്ക് പിതാവിൻ്റെ നീതിയാക്കേണ്ടത്. നമ്മൾ പിതാവിൻ്റെ നീതിയാക്കേണ്ടതിന് നമ്മൾ ഈ സത്യത്തിൽ ഉണരാത്തിടത്തോളം ഇത് വളരെ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് അവൻ്റെ നന്മകൾ പ്രാപിക്കുവാൻ വേണ്ടി. എത്രയധികം വേരുകൾ നമ്മൾക്ക് ഈ സത്യത്തിൽ ഇറങ്ങാതിരിക്കുന്നു, നമുക്ക് എത്രയധികം വേര് നമ്മുടെ ഈ സത്യത്തിൽ ആഴത്തിലേക്ക് ഇറങ്ങുന്നു, അത്രയധികം നമുക്ക് അവകാശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് പൗലോസും അവൻ്റെ ഇവിടെ ലേഖനത്തിൽ എഴുതുകയാണ്, വെളിപ്പാട് ലഭിക്കുകയാണ് യേശു ക്രിസ്തു എന്നിലുണ്ട് എന്ന്. എന്നിട്ടും ആ ശരീരത്തെ നോക്കുകയാണ്, എന്നിട്ട് പറയുകയാണ്, ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കാത്ത പ്രവൃത്തി ഞാൻ ചെയ്യുന്നു. എന്നിട്ട് പറയുകയാണ്, ഞാനല്ല, ആ പാപമാണ് എൻ്റെ ശരീരത്തിലുള്ളത് ചെയ്യുന്നത്. അതുകൊണ്ട് 18-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. ഇതാണ് സത്യം, എനിക്കും നിങ്ങൾക്കും വേണ്ടിയും. അതുകൊണ്ട് ഈ ശരീരത്തിൽ ആർക്കും വിശുദ്ധരാവാൻ സാധിക്കില്ല ദൈവത്തിന് മുമ്പിൽ. വിശുദ്ധി എന്ന് പറയുന്നത് അത് ഫലമാണ്. അത് എപ്പോഴാണ് ഉത്ഭവിക്കുന്നത്? നിങ്ങൾ ശരീരത്തിൽ നോക്കുമ്പോഴല്ല, നിങ്ങൾ ആത്മാവിൽ നിങ്ങളുടെ സ്വർഗീയ പിതാവുമായി ബന്ധത്തിൽ മുന്നേറുമ്പോഴാണ്. എല്ലാ ദിവസവും നമ്മൾ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ പുതുകിയതാകുകയാണ്. ആർക്കെങ്കിലും വേണ്ടി തെറ്റായുള്ളത് നമ്മൾ പറഞ്ഞിരിക്കാം, പക്ഷെ ആ സമയത്ത് നമ്മൾ പറയുകയാണ്, പാപം ഇപ്പോൾ എൻ്റെ പുതിയ സൃഷ്ടിയുടെ സ്വഭാവത്തിലില്ല. യേശു ക്രിസ്തുവിനിലുണ്ട്. അവൻ്റെ രക്തമാണ് എന്നെ നീതിമാനാക്കുന്നത്. എത്രയധികം നിങ്ങൾ ഈ കാര്യത്തിൽ ഉണരുന്നുവോ നിങ്ങൾക്ക് ഇതിൽ വിജയാളികളാകാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഒത്തിരി ദേഷ്യം വരുമായിരിക്കും, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ശാന്തമായിരിക്കുന്നത്. ഏതൊക്കെ സത്യത്തിൽ നിങ്ങൾ ഉണരുന്നുവോ അതിൽ നിങ്ങൾക്ക് സഞ്ചരിക്കുവാൻ സാധിക്കും, ജീവിക്കുവാൻ സാധിക്കും. വചനത്തിൽ എഴുതിയിരിക്കാൻ, നീതിക്കായി ഉണർന്നും പാപത്തിന് വേണ്ടി വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, നീതിക്ക് വേണ്ടി ഉണരുക, പാപത്തിൽ വളരാതിരിക്കുക. എത്രയധികം നിങ്ങൾ അധികാരം വെക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നറിയാമോ? നിങ്ങൾ പിതാവിൻ്റെ നീതിയാണ് യേശുക്രിസ്തുവിലൂടെ എന്നറിയുമ്പോൾ നിങ്ങൾക്ക് അധികാരം നടത്തുവാൻ സാധിക്കും. നിങ്ങളെ തന്നെ ശരീരത്തിൽ വ്യത്യസ്തരാക്കുവാൻ കാണുക. എന്തുകൊണ്ട്? നിങ്ങളുടെ ശരീരത്തിൽ നിന്നല്ല നിങ്ങളുടെ തിരിച്ചറിവ് വരുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ ചെയ്യുന്നത് ഇത് ഞാനല്ല. ആരാണിത് ചെയ്തിരുന്നത്? ആ പാപമാണ്. എഴുതിയിരിക്കുകയാണ്, പാപമാണ് എന്നിൽ വസിക്കുന്നത്, ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ഞാൻ അറിയുന്നു എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ ഒരു നന്മയുമില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ. ഇച്ഛിക്കാത്ത തിന്മ എത്ര പ്രവർത്തിക്കുന്നത്? ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ തിരിച്ചറിവ് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് എടുക്കാതിരിക്കുക. ഈ ശരീരത്തോട് പറയാൻ അനുവദിക്കാതിരിക്കുക നിങ്ങൾ ആരാണെന്ന്. ഈ ശരീരത്തിൽ നിന്ന് ജനിച്ചത് ശരീരമാണ്. ഇത് പരിപൂർണതയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന കാര്യമാണ്. നീതി എന്ന് പറയുന്നത് അത് പ്രാപിക്കുവാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ് 21-ാം വാക്യത്തിൽ, അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ന്യായപ്രമാണം, എനിക്ക് തിന്മയുടെ പ്രമാണം ശരീരത്തിൽ വസിക്കുന്നു. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്,
അങ്ങനെ നന്മ ചെയ്യുവാനിച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. പൗലോസിന് ഈ വെളിപ്പാട് യേശുക്രിസ്തു എന്നിലുണ്ട് എന്ന് വെളിപ്പെട്ട് കിട്ടിയ പൗലോസ് കാണുകയാണ് വേറൊരു പ്രമാണം അവൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുവെന്ന്. തിന്മ എൻ്റെ പക്കലുണ്ടെന്ന് പ്രമാണം കാണുന്നു, ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ വസിക്കുന്നു. എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. ഏതൊക്കെ രീതിയിലുള്ള പ്രമാണം നിങ്ങൾക്ക് ഒരു സമയത്ത് കാണാൻ സാധിക്കും നിങ്ങളുടെ അടുത്ത്? ഒന്ന് ജീവന്റെ പ്രമാണം, അത് ആത്മാവിലുള്ളത്. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം, അത് ശരീരത്തിൻ്റെ അവയവങ്ങളിലുള്ളത്. അതുകൊണ്ടാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്, എൻ്റെ അവയവങ്ങളിൽ ഉള്ള വേറൊരു പ്രമാണം കാണുകയാണ്, അതെൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്നു. അതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും ശരീരം അതും ആത്മാവും എപ്പോഴും യുദ്ധത്തിലാണ്. എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു, അതെൻ്റെ അവയവങ്ങളിൽ പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. എഴുതിയിരിക്കുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ തന്നെ ആർ വിടുവിക്കും. അതിൻ്റെ അർത്ഥം ഇതാണ്, പൗലോസ് ഹൃദയം കൊണ്ട് നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ശരീരം ആ നന്മ ചെയ്യുവാൻ അനുവദിക്കുന്നില്ല. എല്ലാ പ്രാവശ്യവും നമുക്ക് കാണാൻ സാധിക്കും, ഒരുപാട് പേര് എൻ്റെ അടുത്ത് വരാറുണ്ട്, ഞങ്ങൾ പാപത്തിൽ വീണു പോയി എന്ന് പറയും. എന്താണ് നമ്മളെ ആ പാപത്തിലേക്ക് കൊണ്ടുപോകുന്നത്? അത് ഈ ശരീരമാണ്. ഈ ശരീരത്തിൽ പാപത്തിന്റെ പ്രമാണം കാണുവാൻ സാധിക്കും. ഇവിടെ നമുക്ക് പൗലോസ് എഴുതുകയാണ്, എന്നെ ആർ ഈ പാപത്തിന്റെ അധീനമായ ശരീരത്തിൽ നിന്ന് വിടുവിക്കുമെന്ന്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പൗലോസ് എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് എങ്ങനെ ആ മരണത്തിന്റെ ശരീരത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ സാധിക്കും? എങ്ങനെ ഞാനും നിങ്ങളും ആ മരണത്തിന്റെ ശരീരത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ സാധിക്കുന്നത്? യേശുക്രിസ്തുവിലൂടെയാണ്. യേശു എന്താണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്? എഴുതിയിരിക്കുകയാണ്, വചനം ശരീരമായി തീർന്നു, അത് ക്രൂശിക്കപ്പെട്ടു. എന്തിനാണ് അവൻ്റെ ശരീരം ക്രൂശിക്കപ്പെട്ടത്? എന്തിനെന്നാൽ ഇന്നത്തെ സമയത്ത് നീതി വിശ്വാസത്താൽ ഞാൻ പ്രാപിക്കാൻ വേണ്ടി. എന്തിനെന്നാൽ വിശുദ്ധി അത് നീതിയുടെ ഫലമാണ്. എല്ലാ കാര്യങ്ങളും ഈ ശരീരത്തിന് മുമ്പിൽ മുകളിൽ വാഴുന്നത് അത് ആത്മാവിലൂടെയാണ്. ആളുകൾ ഇത് അറിയുന്നില്ല. നമ്മൾ ഈ ഭൂമിയിൽ ശരീരത്തിൽ ജീവിക്കുമ്പോൾ രണ്ട് രീതിയിലുള്ള പ്രമാണം നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് പാപത്തിൻ്റെ പ്രമാണം, അത് ഈ ശരീരത്തിൻ്റെ അവയവങ്ങളിൽ പ്രവർത്തിക്കുന്നതാണ്. ഏത് നിമിഷം നമുക്ക് മഹാത്മയുടെ ശരീരം ലഭിക്കുന്നുണ്ടോ അന്ന് നമ്മൾ ശരീരത്തിലും മഹത്വമുള്ള വിശുദ്ധരായിരിക്കും. എന്തുകൊണ്ടെന്നാൽ ഒരു പുതിയ ശരീരം നമുക്ക് ലഭിക്കും. പക്ഷെ എത്രയധികം സമയം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുവോ നമ്മൾ വിശ്വാസത്താൽ നമ്മൾ ജീവിക്കുന്നവരാണ്. എന്തിലാണ് വിശ്വസിക്കുന്നത്? യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി ചെയ്തതിൽ. അതുകൊണ്ട് ഇന്ന് എൻ്റെ തിരിച്ചറിവ് അത് ശരീരത്തിലൂടെ അല്ല വരുന്നത്. എൻ്റെ തിരിച്ചറിവ് അത് വരുന്നത് ആത്മാവിലൂടെയാണ്. സമയത്തിനനുസരിച്ച് ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടാകാം, ശരീരം കുറ്റം വിധിക്കാൻ തുടങ്ങും. പക്ഷെ നമ്മൾ അതിൻ്റെ മുകളിൽ ആത്മാവിലൂടെ വാഴും. നമ്മൾ നമ്മളെ തന്നെ വേർപെടുത്തും. എന്നിട്ട് പറയും, ഈ പാപം അത് നമ്മുടെ ശരീരത്തിൽ വസിക്കുന്നു. നമ്മളെ വിളിച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിൽ വാഴുവാൻ വേണ്ടിയാണ്. ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം തന്നിരുന്നു, നമ്മൾ ചന്ദ്രനിൽ പോയാൽ അവിടെ ഗുരുത്വാകർഷണം ഭൂമിയിലേതിലും ഒരുപാട് കുറവാണ്. അതുകൊണ്ട് അവിടെ നിങ്ങൾക്ക് അങ്ങനെ തോന്നും നിങ്ങൾ പറക്കുകയാണ് എന്ന്. പക്ഷെ നമ്മൾ ഭൂമിയിൽ വന്നാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും വേറൊരു നിയമമാണ്. ഇവിടെ ഗുരുത്വാകർഷണം വളരെയധികമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വലിയ പ്രമാണം എപ്പോഴും ചെറിയ പ്രമാണത്തിന് മുകളിൽ വാഴുവാനിടയാകും. അതുകൊണ്ടാണ് പറഞ്ഞത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാ പാപത്തിൻ്റെ സ്വഭാവങ്ങളുടെയും മുകളിൽ നമുക്ക് വാഴുവാൻ സാധിക്കും. പക്ഷെ നിങ്ങൾക്കത് കാണുകയാണെങ്കിൽ നിങ്ങളെ തന്നെ ആ പാപത്തിൽ നിന്ന് വേർപെടുത്തുക. എത്രയധികം സമയം നമ്മൾ ഈ ഭൂമിയിലുണ്ടോ പ്രമാണം നമുക്ക് കാണാൻ സാധിക്കും. ദൈവം നമ്മളുമായി ബന്ധം വയ്ക്കുന്നത് ശരീരത്തിലല്ല. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, അതിനാണ് ഞാൻ എൻ്റെ പുത്രനെ ശരീരത്തിൽ അയച്ചത്, എല്ലാ വിലയും കൊടുക്കുവാൻ വേണ്ടി. എന്തിനെന്നാൽ ഇപ്പോൾ ഞാൻ ശരീരത്തിലല്ല, ആത്മാവിൽ നിങ്ങളുമായി ബന്ധത്തിലായിരിക്കുവാൻ വേണ്ടി. ശരീരത്തിൻ്റെ കുറ്റം യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ അർപ്പിക്കപ്പെട്ടു. സ്വർഗീയപിതാവുമായി നിങ്ങളുടെ ബന്ധം ഇപ്പോഴുള്ളത് ആ രക്തത്തിലൂടെയാണ്. മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം, 21 വാക്യം മുതൽ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അതെൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ തന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. ഇവിടെ പൗലോസും പറയുകയാണ്,
ഞാൻ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ശരീരം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുകയാണെന്ന്. മുന്നോട്ട് നമുക്ക് കൂടുതൽ പഠിക്കാം. നമുക്ക് വായിക്കാം റോമർ 8-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക്. അതുകൊണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? അത് ഈ വിഷയത്തെക്കുറിച്ചാണ് മുൻപുള്ള അധ്യായങ്ങളിൽ എഴുതിയിരിക്കുന്നത്. ഇത് അതുമായി ബന്ധപ്പെടുത്തുകയാണ്. സ്വർഗീയ പിതാവ് യേശുക്രിസ്തുവിനെ ശരീരത്തിൽ ഈ ലോകത്തിലേക്ക് അയച്ചു. യേശുക്രിസ്തു ആ എല്ലാ വിലയും അവൻ കൊടുത്തു. എന്തിനെന്നാൽ ഇപ്പോൾ സ്വർഗീയ പിതാവ് നമ്മളുമായുള്ള ബന്ധത്തിലായിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. എന്തായിരുന്നു നമ്മളെ കുറ്റം വിധിച്ചുകൊണ്ടിരുന്നത്? നിങ്ങൾ നന്മ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചില്ല. ചെയ്യാൻ ആഗ്രഹിക്കാത്ത തിന്മ നിങ്ങൾ ചെയ്യുന്നു. ആ കുറ്റബോധം എപ്പോഴും ശരീരത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ. അതുകൊണ്ട് വചനം പറയുന്ന എന്താണ്? അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിലാണ്. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് ശരീരത്തിൽ വിശുദ്ധരാകണമെന്ന്. നിങ്ങൾക്ക് പോകാൻ സാധിക്കും, പക്ഷെ കുറ്റബോധം നിങ്ങളുടെ ഹൃദയത്തിൽ വരും. പലപ്പോഴും എനിക്ക് തോന്നും സുവിശേഷം എത്ര അത്ഭുതകരവും എത്ര ലളിതവുമാണ് എന്ന്. പലപ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഞാൻ നന്ദി അർപ്പിക്കുകയാണ് ആ സുവിശേഷത്തിന് വേണ്ടി. അത് എത്ര നല്ലതാണ്. എന്തിനെന്നാൽ ഇല്ലെങ്കിൽ ഞാനും നിങ്ങൾ ഇവിടെ കാണുകയില്ലായിരുന്നു. നമ്മുടെ പ്രവൃത്തിയിലൂടെ നമ്മൾ നന്മയ്ക്ക് അർഹരല്ലായിരുന്നു. നമ്മൾ പിന്നെ എന്തിനാണ് ദൈവത്തിന്റെ നന്മയുമായി യുദ്ധം ചെയ്യുന്നത്? അത് പ്രാപിക്കുക മാത്രം ചെയ്യുക. ഇന്ന് നമ്മൾ അതിനുമായി യുദ്ധം ചെയ്യാൻ, വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ സ്വയം നീതിയാണ് നമ്മൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ രക്തം മാത്രം മതി എന്നെ വിശുദ്ധീകരിക്കാൻ വേണ്ടി. എന്റെയും നിങ്ങളുടെയും ജനനം അത് പാപത്തിലാണ് നടന്നത്. 2-ാം ആദം വന്നു എന്നെ ആ തിരിച്ചറിവിൽ നിന്ന് വേർപെടുത്തി എനിക്ക് വീണ്ടും ജനം നൽകുവാൻ വേണ്ടി അവന്റെ രക്തത്തിലൂടെ. ഇതാണ് സുവിശേഷം. മുന്നോട്ട് നമുക്ക് വായിക്കാം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. എന്തുകൊണ്ടെന്നാൽ അവർ ശരീരത്തിനനുസരിച്ചല്ല ആത്മാവിനനുസരിച്ചാണ് സഞ്ചരിക്കുന്നത്. അതിന്റെ അർത്ഥം ശരീരം അവരോട് പറയുന്ന തിരിച്ചറിവ് ആ തിരിച്ചറിവ് അവരെടുക്കുന്നില്ല. ഞാൻ ആ വചനത്തിൽ മാത്രം വിശ്വസിക്കുന്നു, പിതാവ് എന്നെ കുറിച്ച് പറയുന്നതിൽ. ഞാനിപ്പോൾ ശരീരത്തിൽ നിന്ന് എൻ്റെ തിരിച്ചറിവ് എടുക്കുന്നില്ല ഞാൻ ആരാണെന്നുള്ളതിൽ. ശരീരം എന്നെ പാപിയുടെ തിരിച്ചറിവിലിടും, പക്ഷെ എനിക്കറിയാം ഞാൻ ഒരു പുത്രനാണ് അവന്റെ രക്തത്തിലൂടെയുള്ള. അടുത്ത വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഈ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം എവിടെയാണ്? നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചു. ആ പ്രമാണം ഈ ശരീരത്തിന്റെ അവയവങ്ങളിലാണ്. വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, യേശു ക്രിസ്തുവിന്റെ ജീവന്റെ പ്രമാണം അത് നമ്മളെ ഈ പാപത്തിനെയും മരണത്തിനെയും പ്രമാണത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം ഇപ്പോൾ ഈ ശരീരം നമ്മുടെ മുകളിൽ വാഴുന്നില്ല, നമ്മൾ ആത്മാവാണ് അതിന്റെ മുകളിൽ വാഴുന്നത്. എന്തുകൊണ്ടാൽ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം ഈ ശരീരത്തിലുള്ളത് അത് എപ്പോഴും നമ്മളെ കുറ്റം വിധിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ജീവന്റെ പ്രമാണം യേശു ക്രിസ്തുവിലൂടെയുള്ളത് നമ്മൾ എങ്ങനെയാണ് പ്രാപിച്ചത്? യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ മരണത്തിന്റെ ശിക്ഷ അവൻ എടുത്തത്, എനിക്ക് വേണ്ടി ഉണ്ടായിരുന്ന ശിക്ഷ അവൻ അവന്റെ ശരീരത്തിലെടുത്തു. എന്നെ സ്വർഗീയ പിതാവിന്റെ മുമ്പിൽ നല്ലവനാക്കി. ചിലപ്പോൾ എന്തെങ്കിലും പ്രവൃത്തി മൂലം ശരീരം നമ്മളെ ഇപ്പോഴും കുറ്റം വിധിക്കുന്നുണ്ടാകാം. എന്തുകൊണ്ട് ഇന്നും ഞാൻ യോഗ്യനാകുന്നത്? സ്വർഗീയ പിതാവിൽ നിന്ന് ആ നന്മകൾ പ്രാപിക്കാൻ വേണ്ടി. എന്തുകൊണ്ടെന്നാൽ ഞാൻ അറിയുന്നു ആ ബന്ധം അത് യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നു. ആ ജീവന്റെ പ്രമാണം അതാണ് എൻ്റെ മുകളിൽ വാഴുന്നത്. യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി അവൻ ആ ശിക്ഷ അനുഭവിച്ചു. എന്തിനെന്നാൽ ഞാൻ ഇന്ന് ആ സ്വർഗീയ പിതാവിൽ നിന്ന് എല്ലാ നന്മകളും പ്രാപിക്കുവാൻ വേണ്ടി. സാത്താന്റെ ഏറ്റവും വലിയ ആയുധം ഇതാണ്. അവൻ നിങ്ങളുടെ ശരീരത്തിൽ കുറ്റം വിധിക്കും, എന്നിട്ട് പറയും, നോക്കൂ നീ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്തത്, നീ അങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്തു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ വന്നത്, അതിന്റെ ശിക്ഷയാണ് നിനക്ക് ലഭിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും വേർപെടുത്തുക. നിങ്ങൾ നിങ്ങളുടെ അനുഭവത്തെ നിങ്ങളുടെ ശരീരത്തിനോട് പറയാൻ അനുവദിക്കാതിരിക്കുക നിങ്ങൾ ആരാണെന്ന്. നിങ്ങൾ തിരിച്ച് യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ അടുത്തേക്ക് പോയിട്ട് പറയണം, ഞാൻ എല്ലാ നന്മകളും എൻ്റെ സ്വർഗീയ പിതാവിൽ നിന്നുള്ളത് ഞാൻ പ്രാപിക്കും. എന്തുകൊണ്ടെന്നാൽ ആ ശരീരത്തിൽ നിന്നല്ല അത് ബന്ധപ്പെട്ടിരിക്കുന്നത്, ശരീരത്തിന്റെ പ്രവൃത്തികളുമായുമല്ല, അത് യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ അത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു ക്രിസ്തു ഇപ്പോൾ എന്നിലുണ്ട്, അവൻ എൻ്റെ ശരീരത്തെയല്ല എൻ്റെ ആത്മാവിലാണ്, ആ രക്തത്തിലൂടെ ഞാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് എപ്പോഴും എൻ്റെയും നിങ്ങളുടെയും സ്വർഗീയ പിതാവായിരിക്കും. അവൻ എപ്പോഴും ആ ബന്ധം എപ്പോഴും ബന്ധപ്പെട്ട് തന്നെയിരിക്കും, അത് യേശു ക്രിസ്തുവിന്റെ രക്തത്തിലൂടെ. സാത്താൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നോക്കണമെന്ന്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ശരീരത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരണത്തിലേക്ക് പോകുമെന്ന്. പക്ഷെ ഞാനും നിങ്ങളും അവന്റെ പ്രിയപുത്രന്മാരാണ്. നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് നമ്മൾ ശരീരത്തിന് മുകളിൽ വാഴുവാൻ വേണ്ടി. ശരീരത്തിന്റെ പ്രവൃത്തി നിങ്ങൾക്ക് തിരിച്ചറിവ് തരാൻ ശ്രമിച്ചാൽ ആ തിരിച്ചറിവ് എടുക്കാതിരിക്കുക.
പക്ഷെ യേശു ക്രിസ്തുവിന്റെ രക്തത്തിലൂടെയുള്ള ആത്മീയ തിരിച്ചറിവിൽ നിലനിൽക്കുക. മുന്നോട്ട് വചനത്തെ നമുക്ക് നോക്കാം. 2-ാം വാക്യത്തിൽ ഇവിടെ എഴുതിയിരിക്കുകയാണ്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. നിങ്ങൾക്കറിയാമോ എത്ര ശക്തിയുണ്ട് ഈ സത്യത്തിലെന്ന്? നോക്കു, വചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഇവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. നിങ്ങൾക്കറിയാമോ, നമുക്കൊരിക്കലും ശരീരത്തിൽ വിശുദ്ധി പ്രാപിക്കാൻ നമുക്ക് സാധിക്കുകയില്ലായിരുന്നു. അതുകൊണ്ടാണ് യേശു ശരീരത്തിൽ വന്നത്. ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുകയാണ് വ്യക്തമായിട്ട്, അവൻ ഈ ശരീരത്തിൽ പാപജഡത്തിന്റെ സാദൃശ്യത്തിലായി. അവൻ എന്നെയും നിങ്ങളെയും പോലെ ശരീരത്തിൽ സഞ്ചരിച്ചു, പക്ഷെ അവന്റെ ശരീരത്തിൽ പാപമില്ലായിരുന്നു. വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, അതേ സാദൃശ്യത്തിൽ ആ ശരീരത്തിൽ പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. നമ്മളിന്ന് ചെയ്യുന്ന എല്ലാ പാപത്തിനും, അതിനാണ് ജഡത്തിൽ പാപം എന്ന് പറയുന്നത്. ആ പാപങ്ങൾക്ക് വേണ്ടി യേശു അതിനു വേണ്ടിയുള്ള എല്ലാ വിലയും, ആ ശിക്ഷയെല്ലാം അവൻ ഏറ്റെടുത്തു. അതിന്റെ വില അവൻ കൊടുത്തു. എഴുതിയിരിക്കുകയാണ്, ജഡത്തെയല്ല ആത്മാവിനെ എത്ര അനുസരിച്ച് നടക്കുന്ന നമ്മൾ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. അതിന്റെ അർത്ഥം, നമുക്ക് ലഭിക്കേണ്ടിയിരുന്നത് യേശു ക്രിസ്തു എടുത്തു. യേശു ക്രിസ്തുവിൻ്റെത് അത് അവൻ നമുക്ക് തന്നു. നിങ്ങളുടെ മുഴുവൻ ആത്മീയ ജീവിതവും സ്വർഗീയ പുത്രന്റെ പോലെ ഒരു വരദാനമായിട്ട് പ്രാപിക്കുവാനുള്ളതാണ്. ഞാൻ നിങ്ങളും ശരീരത്തിലാണ് ക്രൂശിൽ പോയത്, നമ്മൾ ശരീരത്തിലാണോ അടക്കപ്പെട്ടത്, നമ്മൾ ശരീരത്തിലാണ് വീണ്ടും ഉയർത്തെഴുന്നേറ്റത്. അതുകൊണ്ട് ഈ സത്യം വിശ്വാസത്തിലൂടെയാണ് നമ്മൾ പ്രാപിക്കുന്നത്. സത്യം ഇതാണ്, നമ്മൾ പോയി ക്രൂശിൽ, നമ്മൾ മരിച്ചു അവനോട് കൂടെ, അവനോട് കൂടെ നമ്മൾ ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ടാണ് വചനത്തെ എഴുതിയിരിക്കുന്നത്, നിങ്ങളെ അങ്ങനെ തന്നെ കാണുക, വിശ്വാസത്തിലൂടെ, ആത്മീയ കണ്ണിലൂടെ, വിശ്വാസത്തിലൂടെ മാത്രമേ നമുക്കിതെല്ലാം പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വചനത്തിൽ എഴുതിയിരിക്കുന്നു, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിക്കനുസരിച്ചല്ല, ആത്മാവിനനുസരിച്ചുള്ള പ്രവൃത്തി പൂർത്തിയാക്കുവാൻ വേണ്ടി. ശരീരത്തിൽ എപ്പോഴും നിങ്ങളെ കുറ്റം വിധിച്ചു കൊണ്ടിരിക്കും. എപ്പോഴും ഒരു കുറ്റബോധമുള്ള ഹൃദയം എപ്പോഴും രോഗത്തെയും മരണത്തെയും ഉത്ഭവിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ആ ചക്രത്തിൽ വീണു പോകുവാനിടയാകും. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഒരു നീതിബോധം അത് എല്ലാ സൗഖ്യത്തെയും കൊണ്ടുവരുവാനിടയാകും. നിങ്ങൾക്കറിയാമോ, ഏറ്റവും വലിയ സത്യം നമ്മൾക്ക് മറ്റുള്ള സഭകളിലും ആളുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്ന സത്യം, ആ പൗലോസിനും ആ വെളിപ്പാട് ലഭിച്ചത് ഇതാണ്, ഞാനും നിങ്ങളിപ്പോൾ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ആ എല്ലാ DNA-യും, ആ ബന്ധം ആദമുമായിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ മാറി. ഏത് നിമിഷം നമ്മൾ യേശുവിൻ്റെ അടുത്ത് വന്നോ, എത്രയധികം നിങ്ങൾ നീതിബോധത്തിൽ ഉണരുന്നുവോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, എല്ലാം പാപത്തിൻ്റെതായിട്ടുണ്ടായിരുന്നത് യേശു ക്രിസ്തുവിലൂടെ നിങ്ങളുടെ ബോധമണ്ഡലത്തെ അത് ശുദ്ധീകരിച്ചു. പലപ്പോഴും നമുക്ക് തോന്നും, നമ്മുടെ പഴയ ജീവിതം നോക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും രോഗം നമ്മുടെ പൂർവികർക്കുണ്ടായിരുന്നത്, തലമുറകളായി വന്നുകൊണ്ടിരുന്നത്, അത് എപ്പോഴും ഒരു കുറ്റബോധമാണ്. അത് ശരീരത്തിൽ വന്നുകൊണ്ടിരിക്കാൻ ശ്രമിക്കും. ഏത് നിമിഷം നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റബോധമില്ലാത്തവരായി കാണുന്നുവോ ആ നിമിഷം ആത്മാവിൽ അത് പ്രാപിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പക്ഷെ ഇന്ന് ഒരു സത്യം നിങ്ങളുടെ അടുത്തേക്ക് എത്തുമ്പോൾ, നിങ്ങളുടെ എത്രയധികം പാപമുണ്ടായിരുന്നു അതിൻ്റെ എല്ലാ ശിക്ഷയും യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ എടുത്തു കഴിഞ്ഞു. നിങ്ങളുടെ പൂർവികന്മാർ ചെയ്തതെല്ലാം ഏത് നിമിഷം നമ്മൾ യേശു ക്രിസ്തുവിൽ വന്നോ, നിങ്ങളുടെ എത്ര തലമുറകൾ ആദമിൽ നിന്നുണ്ടായിരുന്നോ അതിൻ്റെ എല്ലാ തിരിച്ചറിവും മാറി. ഇപ്പോൾ ഞാനും നിങ്ങളും പുതിയ സൃഷ്ടികളാണ്, യേശു ക്രിസ്തുവിനെ പോലെ. എല്ലാം നമ്മുടെ സ്വഭാവം ഇപ്പോൾ അതിൽ ജീവനാണ് വ്യാപരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും, എല്ലാ മരണവും ഇന്ന് ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത് അതിൻ്റെ അടിവേര് ഒരു കുറ്റബോധമാണ്, കുറ്റം വിധിക്കുന്ന ഹൃദയമാണ്. ഈ ഒരു ചക്രത്തിലാണ് ആളുകൾ അകപ്പെട്ടിരിക്കുന്നത്. അതിൽ മരണത്തെയും രോഗത്തെയും അവർ കാണുന്നു. അതുകൊണ്ട് ഇവിടെ വചനത്തെ നമ്മൾ വായിച്ചു. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ജഡത്താനുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിലും സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. നിങ്ങൾക്കറിയാം, ഒരു സത്യമുണ്ട് ഇവിടെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, നിങ്ങളുടെ ശരീരം ജഡത്തിൽ നിങ്ങൾ പാപത്തിൽ വീഴാൻ സാധിക്കും. ചിലപ്പോൾ വീഴാമായിരിക്കാം. എല്ലാ പ്രാവശ്യവും നിങ്ങൾ പാപത്തിൽ വീഴുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, അതിൻ്റെ എല്ലാ വിലയും അത് ക്രൂശിൽ യേശു ക്രിസ്തുവിലൂടെ അടയ്ക്കപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ഞാനും നിങ്ങളും, നമ്മളെല്ലാവരും നമ്മുടെ ശരീരത്തെ നോക്കാതിരിക്കുക. നമ്മളെ തന്നെ ശരീരത്തിൽ നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് പിന്നെയും പാപത്തിൽ വീഴാനുള്ള സാധ്യതയുണ്ട്.
അതുകൊണ്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, നമ്മൾ നമ്മുടെ ആത്മീയ മനുഷ്യനെ, ആത്മീയ തിരിച്ചറിവിൽ നമ്മൾ സഞ്ചരിക്കുക. വചനത്തിൽ എഴുതിയിരിക്കുന്ന നമ്മൾ ശരീരത്തിനനുസരിച്ചല്ല, ആത്മാവിനനുസരിച്ച് സഞ്ചരിക്കാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. എപ്പോഴെങ്കിലും നമ്മൾ വീണാൽ ഒരിക്കലും ശരീരത്തെ നിങ്ങളുടെ മുകളിൽ കുറ്റം വിധിക്കാൻ അനുവദിക്കരുത്. നിങ്ങൾ ആ ചക്രത്തിൽ അകപ്പെട്ടു പോകും. അതുകൊണ്ടാണ് മുന്നോട്ട് വചനത്തിൽ 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ഇതിന്റെ അർത്ഥം എന്താണ്? ജഡത്തിന്റെ ചിന്ത എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമോ? ആദമിൽ നിന്ന് ജനിച്ച സകല മനുഷ്യരും, ഈ ലോകത്തിലുള്ളവർ, നമ്മുടെ ഇന്ദ്രിയങ്ങൾ അത് ശരീരത്തെയാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും, ജഡത്തിന്റെ ചിന്ത മരണം. വീണ്ടും നമുക്ക് വായിക്കാം, ജഡത്തിന്റെ ചിന്ത മരണം. എന്തുകൊണ്ടാണ് മരണം? നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഇതിനെക്കുറിച്ച്. പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം എവിടെയാണ്? അത് നമ്മുടെ ശരീരത്തിലാണ്. എഴുതിയിരിക്കുകയാണ്, പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളിലുണ്ട് എന്ന്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ജഡത്തിന്റെ ചിന്ത മരണം. നമ്മുടെ ശരീരത്തിൽ വിശുദ്ധി പ്രാപിക്കാൻ ശ്രമിക്കുന്നതും അതിന്റെ എല്ലാ പ്രവൃത്തിയുടെയും അവസാനം എന്താണ്? അത് മരണമാണ്. പക്ഷേ മുന്നോട്ട് വചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഇവിടെ എഴുതിയിരിക്കുകയാണ്, ആത്മാവിന്റെ ചിന്തയോ. നമ്മുടെ ആത്മീയ തിരിച്ചറിവിൽ എത്രയധികം നമ്മൾ നടക്കുന്നുവോ, അതിൽ ചിന്ത കേന്ദ്രീകരിക്കുന്നുവോ, അത് ഇവിടെ എഴുതിയിരിക്കുകയാണ്, അത് ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിവില്ല. പിന്നെ നമ്മൾ ആഗ്രഹിക്കുകയാണ് ശരീരത്തിൽ വിശുദ്ധരാകണമെന്ന്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ശരീരത്തിൽ ആർക്കും അവനെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് പിതാവ് പറയുന്നത്, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരിക, വിശുദ്ധി അത് പ്രാപിക്കുവാൻ വേണ്ടി. അതുകൊണ്ട് നമ്മുടെ വീണ്ടും ജനനം നടന്നു. ഇപ്പോൾ നിങ്ങൾ ശരീരത്തിലല്ല, ഈ സമയത്ത് നമ്മൾ ശരീരത്തിൽ ജീവിക്കുന്നു ഈ ലോകത്തെങ്കിലും, പക്ഷേ സ്വർഗീയ പിതാവ് നമ്മളെ നോക്കുമ്പോൾ നമ്മുടെ ആത്മാവിലാണ് നോക്കുന്നത്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും, മരിച്ച ഒരു ശരീരത്തിന് എങ്ങനെ വിശുദ്ധമാകുവാൻ സാധിക്കും? ദൈവം നമ്മളുമായി ശരീരത്തിലല്ല ബന്ധം നിലനിർത്തുന്നത്. നമ്മുടെ പ്രവൃത്തി നല്ലതാണോ തെറ്റാണോ, പക്ഷെ അവന്റെ ബന്ധം എന്ന് പറയുന്നത് അത് ശരീരത്തിനനുസരിച്ചല്ല. ആ ബന്ധം സ്ഥാപിച്ചത് യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെയാണ്. എഴുതിയിരിക്കുകയാണ്, അവൻ നമ്മെ വീണ്ടെടുത്തു, അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വീണ്ടും ജന്മം നൽകി, അതിലാൽ നമ്മൾ അവന്റെ മക്കളാകുവാൻ വേണ്ടി. സാത്താനാണ് നമ്മുടെ പ്രവൃത്തി കാണിച്ചിട്ട് നോക്കൂ നിങ്ങൾ എന്താണ് ചെയ്തത്, നിങ്ങളുടെ ബന്ധം പിതാവുമായിട്ട് ഇതിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. ഇതാണ് സത്യം. മുന്നോട്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. എത്ര സത്യകരമായ വചനമാണത്! ഇത് നമുക്ക് വീണ്ടും വായിക്കാം. ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ അവനുള്ളവന്. ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. എഴുതിയിരിക്കുകയാണ്, ആത്മാവ് അത് നീതി നിമിത്തം ജീവനാകുന്നു. അതിന്റെ അർത്ഥം ഇതാണ്, നീതിയിലൂടെ ആ ജീവനാണ് ഉത്ഭവിക്കുന്നത്. ആ നീതിയാണ് ജീവൻ ഉത്ഭവിപ്പിക്കുന്നത്. ഇവിടെ പിതാവ് പറയുകയാണ്, ശരീരം പാപം മൂലം മരണപ്പെട്ടിരിക്കുന്നു, പക്ഷെ ആത്മാവ് അത് നീതി നിമിത്തം ജീവനാകുന്നു. അതുകൊണ്ട് ഞാനും നിങ്ങളും ജീവൻ നൽകുന്ന ആത്മാക്കളാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവാണ്, ആ നീതിയുടെ ആത്മാവ് എന്റെയും നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്ത ശരീരങ്ങളെയും ജീവിപ്പിക്കും. എത്ര പേരിൽ അവന്റെ ആത്മാവ് വസിക്കുന്നുണ്ട്? മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്ത ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഈ വചനം വീണ്ടും നമുക്ക് വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്,
യേശുവിനെ മരിച്ചവർ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഞാനും നിങ്ങളും ആത്മീയ ജീവികളാണ്. ജീവൻ നമുക്ക് ലഭിക്കുന്നത് ആത്മാവിൽ നിന്നാണ്. മുന്നോട്ട് വായിക്കാം. ഇവിടെ 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടത് ജഡത്തിനല്ല കടക്കാരാകുന്നത്. അതിന്റെ അർത്ഥം നമ്മുടെ മുകളിൽ ഒരു കടവുമില്ല. നിങ്ങൾക്കറിയാമോ, ഞാൻ ഇന്നലെ ബാങ്കിൽ പോയി എൻ്റെ കുറച്ച് പൈസ എടുക്കുവാൻ വേണ്ടി. ഞാൻ ബാങ്കിൽ പോയപ്പോൾ അവിടുത്തെ മാനേജർ എന്നോട് ഫോം ഫില്ല് ചെയ്യാൻ പറഞ്ഞു. അത് എൻ്റെ പൈസയാണ് ബാങ്കിൽ അടച്ചിരുന്നത്. അവർ ചോദിക്കുകയാണ് ഞാൻ എന്തിനാണ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ലോൺ അല്ല എടുക്കുന്നത്, ഞാൻ കടം മേടിക്കുകയല്ല, ഇത് എൻ്റെ പൈസയാണ് നിങ്ങളുടെ അടുത്തുള്ളത്. സർക്കാർ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നിയമം തന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, അല്ല, ഇത് ബാങ്കിന്റെ പോളിസിയാണ് എന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പോളിസി മാറ്റുക. അവസാനം എൻ്റെ പ്രവൃത്തി നടന്നു, അതിൽ സാധിച്ചു. അതുകൊണ്ടാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ട ജഡത്തിനല്ല കടക്കാരാകുന്നത്. പാപത്തിന്റെയും മരണത്തിന്റെയും ആ പ്രമാണം ശരീരത്തിലാണ് പ്രവർത്തിക്കുന്നത്. അത് എപ്പോഴും നമ്മളെ വലിക്കുകയും നമ്മളെ വീഴിക്കാൻ ശ്രമിക്കുകയും ചെയ്യും, നമ്മളെ കുറ്റം വിധിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ശരീരത്തിൽ എന്തൊക്കെ പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ നമ്മൾ ശരീരത്തിനല്ല കടക്കാരായിരിക്കുന്നത്. മുന്നോട്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അതുകൊണ്ട് ദൈവാത്മാവ് നടത്തുന്നവൻ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന്റെ ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല. ചിലപ്പോൾ ഇങ്ങനെയുള്ള ചിന്ത വരും, എനിക്ക് യോഗ്യതയില്ല പിതാവിൽ നിന്ന് പ്രാപിക്കുവാൻ വേണ്ടി, ഞാൻ തെറ്റായ കാര്യങ്ങൾ ചെയ്തു, അതിന്റെ ശിക്ഷ എനിക്ക് ലഭിക്കുന്നുവെന്ന്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, ദൈവാത്മാവ് നടത്തുന്ന ഇവരെ ദൈവമക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന്റെ ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. 16-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. ആത്മാവ് നമ്മുടെ ശരീരത്തോടാണ് സാക്ഷ്യം പറയുന്നത്. ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്. പലപ്പോഴും കുറ്റബോധം വരുമ്പോൾ അവർക്ക് തോന്നും, അവർ തെറ്റ് ചെയ്തു, നന്മ ചെയ്താലേ ഉള്ളൂ നന്മ വരികയുള്ളൂ എന്ന്. ആ ബന്ധം, അതിന്റെ അർത്ഥം ആ ബന്ധം ശരീരത്തിന്റെ പ്രവർത്തികൾ അധിഷ്ഠിതമായിരിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാകുന്നു. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ആത്മാവ് താനും ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുകയാണ്, ശരീരത്തിനോട് കൂടെയല്ല. ഇവിടെ എഴുതിയിരിക്കുകയാണ്, നാം ദൈവമക്കളെന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. നിങ്ങൾക്കറിയാമോ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് മക്കൾ എന്നുള്ള ഈ വാക്ക്. നിങ്ങൾക്കറിയാമോ, ഒരു രാജാവ് അവരുടെ മക്കൾക്ക് മാത്രമേ, അവരിൽ നിന്ന് ജനിച്ചവർക്ക് അവരെയാണ് അവരുടെ മക്കൾ എന്ന് പറയുന്നത്. ഞാനും നിങ്ങളും യേശുക്രിസ്തുവിലൂടെ ജനിച്ചിരിക്കുകയാണ്. നമ്മൾ പുതിയ സൃഷ്ടിയാണ്, സ്വർഗത്തിൽ നിന്ന് ജനിച്ചവർ. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, നാം മക്കളെങ്കിലോ. നിങ്ങൾക്കറിയാമോ, ഒരു രാജാവിൻ്റെ മക്കൾ അവർ മാത്രമേ അവകാശികളാകൂ. നാളെ ആ രാജ്യത്ത് വളരെ അറിവുള്ള ഒരാൾ വന്നു, പക്ഷേ നിങ്ങൾക്കറിയാമോ, അവസാനം എങ്ങനെയാണെങ്കിലും അവകാശങ്ങൾ അത് അവൻ്റെ രക്തത്തിൽ നിന്ന് ജനിച്ച മക്കൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ആ ബന്ധം പിതാവും പുത്രന്മാരുമായിട്ടുള്ളത് അത് രക്തത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നു, ഒരിക്കലും അത് പ്രവൃത്തിയിലല്ല. എത്ര ലളിതകരമായ സത്യമാണിത്. ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുകയാണ്, നാം സ്വർഗീയ പിതാവിന്റെ മക്കളാണ് എന്ന്. അതുകൊണ്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, നമ്മൾ ശരീരത്തിന്റെ കടക്കാരല്ല. എഴുതിയിരിക്കുകയാണ്, ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ് എന്ന്. എങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്സീകരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. ആരൊക്കെയുണ്ട് ആ അവകാശം പ്രാപിക്കുന്നത്? ആരാണ് ആ അവകാശം പ്രാപിക്കുന്നത്? അവരുടെ പുത്രന്മാരാണ് ആ അവകാശം പ്രാപിക്കുന്നത്. അവകാശികളാകാൻ അവർക്കേ സാധിക്കൂ. ഇന്ന് നമ്മൾ ദൈവം എന്ന് പറയാനും പിതാവെന്ന് പറയാനും നമുക്ക് സാധിക്കും. പക്ഷെ നമ്മൾ ഈ ചിന്തയിലല്ല എങ്കിൽ, നമ്മൾ അവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, ആ ബന്ധത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ സ്വർഗീയ പിതാവുമായിട്ട്, അത് നമ്മുടെ പ്രവൃത്തിയിൽ അധിഷ്ഠിതമല്ല. അപ്പോൾ നമുക്ക് പിതാവിൽ നിന്നും പ്രാപിക്കുവാൻ സാധിക്കും. ഒരു പിതാവിൻ്റെയും പുത്രൻ്റെയും ഇടയിലുള്ള ബന്ധം, അതിൻ്റെ ലാളിത്യം ഇതാണ്. ആ ബന്ധം പെട്ടിരിക്കുന്നത് അത് രക്തത്തിലൂടെ മാത്രമാണ്. മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്നും വായിക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ അത് കൂടുതലായിട്ട് നമുക്ക് അടുത്ത ആഴ്ചയിൽ പഠിക്കാം. നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 12-ാം വാക്യം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ നിങ്ങളോട് ശ്ലാഘിക്കുകയല്ല, ഹൃദയം നോക്കിയിട്ടല്ല, മുഖം നോക്കിയിട്ട് പ്രശംസിക്കുന്നവരോട് ഉത്തരം പറവാൻ
നിങ്ങൾക്ക് വക ഉണ്ടാകേണ്ടതിന് ഞങ്ങളെക്കുറിച്ച് പ്രശംസിപ്പാൻ നിങ്ങൾക്ക് കാരണം തരികയത്ര ചെയ്യുന്നത്. ഞങ്ങൾ വിവശന്മാർ എന്ന് വരികിൽ ദൈവത്തിനും സുബോധമുള്ളവർ എന്ന് വരികിൽ നിങ്ങൾക്കുമാകുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. 16-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ഈ വചനം നമുക്ക് വീണ്ടും വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, പുത്രത്വത്തിന്റെ യാഥാർത്ഥ്യത്തിന്റെ വിഷയത്തിലുള്ള വെളിപ്പാട് യേശുവിന്റെ ശിഷ്യന്മാർക്ക് എന്തുകൊണ്ട് നേരത്തെ ലഭിച്ചില്ല. അവനോട് കൂടെ ശരീരത്തിൽ സഞ്ചരിച്ചവരായിരുന്നിട്ടും യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ ആ വെളിപ്പാടെല്ലാം യേശു എന്നിലുണ്ട് എന്നുള്ളത് പൗലോസിനാണ് ലഭിച്ചത്. അവനോട് കൂടെ ഒരിക്കലും ജഡത്തിൽ സഞ്ചരിച്ചിട്ടില്ലാത്തൊരു വ്യക്തിക്ക്. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, നമ്മൾ ഇനി ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. സഭകളിലും ഇപ്പോഴും നമ്മുടെ ഇടയിൽ നിങ്ങൾക്കറിയാമോ, നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്കത് ശരിയല്ല എന്ന് തോന്നിയാൽ നിങ്ങൾ ജഡത്തിലാണ്. നിങ്ങൾക്കത് ശരിയല്ല എന്ന് തോന്നിയാൽ നിങ്ങളുടെ ശരീരത്തെ ക്രൂശിൽ കാണേണ്ടത് ആവശ്യമാണ്. ഈ സത്യം നമ്മുടെ സഭകളിൽ ഇതൊരു അടിസ്ഥാനമായി ഇത് വളരേണ്ടതാണ്. നമ്മളെ തന്നെ പിണക്കമുള്ളവരായിട്ടും ഈ കാര്യങ്ങൾ ഇവരെന്നോട് അങ്ങനെ പറഞ്ഞു, ഇവരെന്നോട് ഇങ്ങനെ പറഞ്ഞു, നമ്മൾ മറ്റുള്ള പരസ്പരം ശരീരത്തിനനുസരിച്ചല്ല കാണേണ്ടത്. ഇന്ന് മുഴുവൻ സഭയും ആ ബന്ധത്തിലാണ്. ശരീരത്തിൽ പാസ്റ്ററുമായി എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ സഭ അവിടെ പെട്ടെന്ന് വേറൊരിടത്തേക്ക് പോകുന്നു, മറ്റൊരു പാസ്റ്റർ വരുന്നു. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. നിങ്ങൾ അവരോട് പറയുക, നിങ്ങൾ പിതാവിൻ്റെ നീതിയാണ്. നമ്മൾ പരസ്പരം ഉത്സാഹിക്കപ്പെടുവാൻ വേണ്ടി വന്നിരിക്കുന്നവരാണ്. നമ്മൾ ശരീരത്തെ കണ്ട് ന്യായം വിധിക്കുന്നവരല്ല. ശരീരത്തിൽ നമുക്കൊരിക്കലും ദൈവത്തെ പ്രസാദിപ്പാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്, നമ്മൾ പരസ്പരം ജഡപ്രകാരം നോക്കുന്നില്ല, അറിയുന്നില്ല നമ്മുടെ ശരീരത്തിന്റെ പ്രവൃത്തികളെ. ഇവിടെ വചനം നമ്മളെ ഉത്സാഹിപ്പിക്കുകയാണ്, നമ്മൾ പരസ്പരം ബന്ധത്തിലായിരിക്കുക ആത്മാവിൽ. മുന്നോട്ട് നമുക്ക് നോക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ് 16-ാം വാക്യം, ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. 17-ാം വാക്യം, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. യേശു ക്രിസ്തു എന്നെയും നിങ്ങളെ നിരപ്പിച്ചു സ്വർഗീയ പിതാവുമായിട്ട്. ആ നിരപ്പിന്റെ ശുശ്രൂഷ നമ്മൾക്ക് തന്നിരിക്കുകയാണ്. 19-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. തിരിച്ച് സ്വർഗീയ പിതാവിന്റെ അടുത്തേക്ക് വരിക. ആ വാതിൽ യേശു ക്രിസ്തുവാണ്. മുന്നോട്ട് നമുക്ക് വായിക്കാം. 20-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി. നമ്മൾ മോശയുടെ സ്ഥാനാപതികളല്ല, പക്ഷേ യേശു ക്രിസ്തുവിന്റെ സ്ഥാനാപതികളാണ്. സ്വർഗീയ പിതാവ് ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. 21-ാം വാക്യം, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. യേശു ക്രിസ്തു പാപം എന്തെന്നറിയാത്തവൻ, അവനെ പാപമാക്കി. എന്തിനാ? നമ്മൾ അവനിലൂടെ സ്വർഗീയ പിതാവിന്റെ നീതിയാവേണ്ടതിന്. നിങ്ങൾക്കറിയാമോ, ആദം അവൻ പാപിയായിരുന്നു. മുഴുവൻ ജാതിയും ആദമിൽ നിന്നും ജനിച്ചവർ. അവർ ജന്മനാ പാപിയുടെ തിരിച്ചറിവിലാണ് ജനിച്ചത്. പാപത്തിന്റെ തിരിച്ചറിവ് നമുക്ക് പ്രവൃത്തിയിലൂടെ അല്ല ലഭിച്ചത്. ഇതേ രീതിയിൽ ഞാനും നിങ്ങളും വീണ്ടും ജന്മം പ്രാപിച്ചപ്പോൾ യേശു ക്രിസ്തുവിലൂടെ. അതുകൊണ്ട് എല്ലാവരും ഇപ്പൊ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ, അവരുടെ രക്ഷകനായി അംഗീകരിക്കുന്നവർ, അവർ വീണ്ടും ജന്മം പ്രാപിക്കുകയാണ് നീതിയിലൂടെ, പാപത്തിലൂടെയല്ല. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ പാപിയാണ് എന്ന്? എന്തുകൊണ്ടാണ്? നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നോക്കുന്നത് കൊണ്ട്. വചനത്തിൽ നമ്മൾ പഠിച്ചു, നമ്മൾ ശരീരത്തെ നോക്കുവാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ തിരിച്ചറിവ് അത് ആത്മീയ തിരിച്ചറിവാണ്. നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരാണ്. ആ പുത്രൻ പാപി ആയിരിക്കുകയില്ല. ആദമിന്റെ വംശമാണ് പാപിയായിരിക്കുന്നത്. പക്ഷെ ഒരു പുത്രൻ, അവൻ നീതിമാനാണ്. ആ നീതിയാണ് ജീവൻ ഉത്ഭവിപ്പിക്കുന്നത്. ഒരു പരിപൂർണനായ പുത്രൻ ഈ സത്യത്തിൽ ഉണരുന്നവനാണ്. അവന്റെ ബന്ധം അവന്റെ സ്വർഗീയ പിതാവുമായിട്ട് രക്തത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നു.
ആ അവകാശങ്ങൾ അവന് ലഭിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ രക്തത്തിലൂടെയാണ്. ഇതേ വചനമാണ് പറയുന്നത്, നമ്മൾ അവകാശികളാണ്, യേശു ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ്. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, ശരീരത്തിൽ മനസ്സ് വെച്ചാൽ അത് മരണമാണ്, അത് പരിശുദ്ധാത്മാവല്ല, സ്വർഗീയ പിതാവല്ല, അത് സാത്താനാണ് നിങ്ങളുടെ ശരീരത്തിന്റെ പ്രവർത്തികളെ കാണിക്കുന്നത്, നിങ്ങളെ വീഴിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഒരു പരിപൂർണനായ പുത്രൻ അറിയുന്നു, ഞാൻ ശരീരത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിലും ഞാൻ ശരീരത്തിനനുസരിച്ചല്ല ജീവിക്കുന്നത്, ഞാൻ എൻ്റെ തിരിച്ചറിവിനെ ശരീരത്തിനനുസരിച്ചല്ല എടുക്കുന്നത്, ഞാൻ എന്നെ തന്നെ വേർപെടുത്തുന്നു ആ ശരീരത്തിന്റെ അവയവങ്ങളിൽ വസിക്കുന്ന പാപത്തിൽ നിന്നും. ഞാൻ ഈ സത്യത്തിൽ ഉണരുന്നു, ഞാൻ പിതാവിന്റെ നീതിയാണ് യേശു ക്രിസ്തുവിൽ. ആ നീതി ആ എല്ലാ അവകാശങ്ങളെയും കൊണ്ടുവരുന്നു. എത്രയധികം വാഗ്ദത്തങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വചനത്തിൽ എഴുതിയിട്ടുണ്ടോ, സങ്കീർത്തനം 91, ആ എല്ലാ വാഗ്ദത്തങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ സുരക്ഷിതമായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിലൂടെയാണ് വരുന്നത്. ആ എല്ലാ വാഗ്ദത്തങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമാകുന്നത് നിങ്ങൾ ഈ സത്യത്തെ പിടിച്ചുകൊണ്ടാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ പാപിയല്ല, നിങ്ങൾ അവന്റെ പ്രിയ പുത്രനാണ്. നിങ്ങൾക്കറിയാൻ സാധിക്കും നിങ്ങൾ നീതിമാനാണ് എന്ന്. ഒരു പുത്രൻ ഒരിക്കലും പാപിയുടെ തിരിച്ചറിവിൽ അവന് ജീവിക്കാൻ സാധിക്കില്ല. പുത്രൻ നീതിയാണ്. എന്തുകൊണ്ടെന്നാൽ അവന്റെ രക്തത്തിൽ ആ നീതിയുടെ മാർഗത്തിലായിരിക്കുന്നു. ആ നീതി മാർഗത്തിൽ മരണമില്ല. അവൻ നീതിമാനാണ് അവകാശിയായിരിക്കുന്നത്. നീതിമാന്റെ ജീവിതത്തിൽ ഒരു അലസതയുമില്ല. ഞാനും നിങ്ങളും പാപിയാണോ? ഞാനും നിങ്ങളും അവന്റെ പ്രിയ പുത്രന്മാരാണ്. പാപം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയല്ല. നമ്മൾ ജന്മനാ പാപിയായി എണ്ണപ്പെട്ടു. നമ്മൾ യേശു ക്രിസ്തുവിൽ വീണ്ടുജനനം പ്രാപിച്ചപ്പോൾ നമ്മുടെ വീണ്ടുജനനം നീതിയിലായി തീർന്നു. ശരീരത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും മറവികൾ സംഭവിക്കാം, പക്ഷെ നമ്മളല്ല, പാപം നമ്മുടെ ശരീരത്തിലുള്ള അതാണ് അത് ചെയ്യുന്നത്. അതിനിൽ നിന്ന് നമ്മളെ തന്നെ വേർപെടുത്തുന്നു. ഞാനൊരാത്മാവാണ്. നിങ്ങൾ ഈ സത്യം ഗ്രഹിക്കുന്നു. നമ്മൾ അടുത്ത ആഴ്ചയിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കും. ഞാൻ പറഞ്ഞതുപോലെ ശരീരവും ആത്മാവും എപ്പോഴും ഗുസ്തികയിലാണ്. ഞാനും നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ അടിസ്ഥാനം നീതിയിലാണ്. നമ്മൾ പിതാവിന്റെ നീതിയാണെന്നുള്ളത് അടിസ്ഥാനത്തിൽ നമ്മൾ ഉറയ്ക്കുക. യേശു ക്രിസ്തുവിൽ നീതി മരണത്തിന് മുകളിൽ അധികാരം നടത്തുന്നു, അത് പാപത്തിന് മുകളിൽ അധികാരം നടത്തുന്നു, എല്ലാറ്റിനും മുകളിൽ അത് അധികാരം നടത്തുന്നു. അതുകൊണ്ട് എന്നെ നിങ്ങളും തിരഞ്ഞെടുത്തിരിക്കുകയാണ് അധികാരം നടത്തുവാൻ വേണ്ടി. എന്തുകൊണ്ടാണ്? ഞാൻ നിങ്ങളും പിതാവിന്റെ യേശു ക്രിസ്തുവിലൂടെ നീതിയാണ്. ഞാനും നിങ്ങൾ ഇപ്പോൾ ദാസത്വത്തിലല്ല, ശരീരത്തിന്റെ പ്രവൃത്തികളുടെ ദാസത്വത്തിലല്ല. നമ്മൾ ശരീരത്തെ പ്രഖ്യാപിക്കാൻ അനുവദിക്കുക നമ്മുടെ തിരിച്ചറിവ് എന്താണെന്ന്. നമ്മൾ ആത്മീയനുസരിച്ച് ജീവിക്കുന്നവരാണ്. സ്വർഗീയ പിതാവ് പറയുന്നു, ഞാനും നിങ്ങളും ആരാണ് എന്ന്. നമ്മൾ സമാധാനത്തിലായിരിക്കുന്നു. എന്തുകൊണ്ടാണ്? എൻ്റെ ബന്ധം ആ രക്തത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നു. നമുക്ക് ആത്മീയ യാഗം അർപ്പിക്കാം. ഇന്ന് നമ്മൾ നന്ദി അർപ്പിക്കുന്നു. നിങ്ങൾ എവിടെയൊക്കെ ആയിരിക്കുന്നുവോ, ഈ വചനം കേൾക്കുന്നുവോ, ആ ഇരിക്കുന്നിടത്ത് നന്ദി അർപ്പിക്കുക. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വന്ന ഉയർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ എന്നോട് കൂടെ പറയുക, പിതാവേ, ഞാൻ അങ്ങയുടെ രാജ്യത്തിൽ അങ്ങയുടെ പുത്രനാണ്. യേശു ക്രിസ്തുവേ, അങ്ങന്റെ മഹാപുരോഹിതനാണ്. ഞാൻ ഈ സമയത്ത് അങ്ങേക്ക് നന്ദിയുടെ യാഗം അർപ്പിക്കുന്നു, എല്ലാ ആത്മീയ ഉയർച്ചയും എൻ്റെ പ്രാണനിൽ വന്നതിന്. വരൂ, നമുക്ക് നന്ദി അർപ്പിക്കാം. നിങ്ങളുടെ ശബ്ദം ഉയർത്തി നന്ദി അർപ്പിക്കുക. ഈ യാഗം നമ്മുടെ മഹാപുരോഹിതൻ അർപ്പിക്കാം. Jesus, I just offer this to you. I just thank you, Jesus. Iriara dararaba storahada larana maba kutororoba shebrahada dararaba stira yar dararaba ho rahada dararaba.